World Cup underdogs and dark horses. എപ്പിസോഡ് നമ്പർ 2. നമ്മള് ഫേവറേറ്റ്സ് കണ്ടു. ഏഷ്യയിലെ വമ്പൻ ഏഷ്യൻ ടീംസിനെ കുറിച്ച് ചർച്ച ചെയ്തു. വമ്പൻ ആഫ്രിക്കൻ ടീംസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ എല്ലാ ടീമുകളും നമുക്ക് ഏകദേശം ഒരു നോക്കൗട്ടിലേക്ക് എത്തും, അല്ലെങ്കിൽ അങ്ങ് എത്തിപ്പെടാൻ സാധിക്കും എന്ന് ഓരോ ടീമിനെ കുറിച്ച് വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. ടോട്ടാലിറ്റിയിൽ വായിക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. കാരണം നമ്മളിപ്പം പറഞ്ഞ എല്ലാ ടീമുകളും നല്ല നല്ല ടീമുകളാണ്. എല്ലാവരും സെമി ക്വാർട്ടർ എന്നൊക്കെ പറയുമ്പോൾ ക്വാർട്ടറിൽ 14-25 ടീമൊക്കെ വേണ്ടി വരുമല്ലോ. അവിടെയാണ് ഈ വേൾഡ് കപ്പിന്റെ ഒരു ഹരം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതായത് ജയിക്കുന്നത് ചിലപ്പം നമുക്ക് പരിചയമുള്ള 8 ടീമിൽ ഒരാളായിരിക്കുമെങ്കിലും മറ്റ് പൊസിഷനുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോ വന്ന പോലെ, 2002 വേൾഡ് കപ്പിൽ സൗത്ത് കൊറിയയും തുർക്കിയും വന്ന പോലെ എല്ലാ ടീമിനും ഒരു ചാൻസ്. ആൻഡ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയാണ് വേണ്ടതും, അല്ലെ? ജപ്പാന്റെ കഥകളും ആഫ്രിക്കൻ മുന്നേറ്റവും എന്താണ് സൗത്ത് അമേരിക്കൻ ബിഗ് ടീംസ് അല്ലാത്ത ഉറുഗ്വേ പോലെ ടീമുകൾ കയറി വരുന്നതും, അങ്ങനെ ഇവരൊക്കെ കയറി വരുമ്പോഴാണ് ശരിക്കും വേൾഡ് കപ്പ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ടൈറ്റിലിൽ കണ്ടിട്ടുണ്ടാവും, യൂറോപ്പിലെയും സൗത്ത് അമേരിക്ക കോണ്ടിനെന്റിലെയും മറ്റ് അണ്ടർഡോഗ്സ്, അല്ലെങ്കിൽ ഫേവറിറ്റ്സ് എന്ന് തറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഈ വേൾഡ് കപ്പിൽ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടീമുകളെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. ആദ്യം തുടങ്ങുന്നത് സ്വരൂപിന്റെ ഇഷ്ട ടീമാണ് ബെൽജിയം. ബെൽജിയന്റെ ഇഷ്ട ടീമാ? അല്ല, ബെൽജിയം ശരിക്കും ഒരു 4 വർഷം മുന്നേ അല്ലെങ്കിൽ 6 വർഷം മുന്നേ എല്ലാവരുടെയും ഒരു യൂറോപ്യൻ ഫേവറിറ്റ് ടീമായി മാറും എന്ന് എല്ലാവരും പ്രവചിച്ച, അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ വന്ന ഒരു ടീമാണ് ബെൽജിയം. സ്റ്റാർ സ്റ്റഡഡ് ആയിരുന്നു ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെയും അതിന് മുമ്പത്തെ വേൾഡ് കപ്പിലും പ്രഡിക്ഷനുകളിൽ സെമി ഫൈനൽ വരെ എത്തും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ചാൻസ് ഉണ്ട് എന്നൊക്കെ ആൾക്കാര് നമ്മളെല്ലാവരും തന്നെ വിചാരിച്ച ഒരു ടീമാണ്. ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പഴയ പ്രതാപം ഇല്ല. ആ ഒരു ഗോൾഡൻ ജനറേഷന്റെ പ്ലേയേഴ്സ് എല്ലാവരും, പലരും വിരമിച്ചു, പലരും 30കളുടെ എന്താ പറയാ മിഡ് 30s ലേറ്റ് 30s എത്തി. പക്ഷേ ബെൽജിയം എന്ന് പറയുമ്പോൾ ഫുട്ബോളിംഗ് നേഷനാണ്, നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ജനറേഷനിലെ ഫാൻസിന് പറയുകയാണെങ്കിൽ ജെറമി ഡോക്കു ഉണ്ട്. അവരുടെ ഗോൾ കീപ്പർ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലോകത്തിലെ വൺ ഓഫ് ദ അല്ല, ഇപ്പോഴത്തെ ബെസ്റ്റ് ഗോൾ കീപ്പർ തന്നെയാണ് തിബോ കോർട്ടുവ. ഒനാനയുണ്ട്. പിന്നെ പഴയ എന്താ പറയാ പ്രതാപി കെവിൻ ഡിബ്രോയ്ന, റൊമേലു ലുക്കാക്കു. അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പണ്ട് എല്ലാ പൊസിഷനിലും എഡിൻ ഹസാർഡും അങ്ങനെ എല്ലാ പൊസിഷനിലും അവർക്ക് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെ? എന്താ സ്വരൂപം തോന്നുന്നത് ഈ തവണത്തെ ബെൽജിയം ടീമിനെ കുറിച്ച്? ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഒരു ടീമായിരുന്നു. ഇപ്പൊ അതിന്റെ അവസാന കണ്ണികൾ എന്നുള്ള രീതിയിൽ കുറച്ച് പേരുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട് കേട്ടോ ഈ ടീമില്. ഈ ടീം സാധാരണ പോലെ അല്ലാണ്ട് ഇപ്പൊ നമ്മള് ഇവര് കളിക്കൊന്നുമില്ല, വലിയ ടീമൊന്നും ഇല്ല, ഗ്രൂപ്പ് സ്റ്റേജ് അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവർക്ക് ഏതെങ്കിലും ഒരു ശക്തമായ ടീമിനെ പുറത്താക്കിയിട്ട് ഒപ്പം പോവാനുള്ള ഒരു പരിപാടിയൊക്കെ തോന്നുന്നുണ്ട്. ആ സ്ക്വാഡിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യണതേ, ഞാൻ ആദ്യം പറഞ്ഞത് മീൻസ് അണ്ടർഡോഗ് ആണോ ഡാർക്ക് ഹോഴ്സ് ആണോ എന്ന് വെച്ചാൽ അണ്ടർഡോഗ് തന്നെയാണ്. ഫേവറേറ്റിന്റെ തൊട്ട് താഴെ വരും ആക്ച്വലി. കാരണം ഇതിനു മുമ്പുള്ള ബെൽജിയം ടീം എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ ജനറേഷനൊക്കെ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആയിരുന്നു. എല്ലാവരും ബെൽജിയം അവിടെ എത്തുന്നു. ഇത്തവണ അവർക്ക് അതില്ല, ഈ എക്സ്പെക്ടേഷന്റെ പ്രഷർ ഇല്ല അവർക്ക്. ഇപ്പോ പ്ലേയേഴ്സ് ആണെങ്കിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് കീ പൊസിഷനിൽ. എനിക്ക് പറയുമ്പോ പ്ലേയേഴ്സ് പറയാ ഡിബ്രൂയിനെ ഉണ്ട്, ലുക്കാക്കു ഉണ്ട്. ലുക്കാക്കു ഇപ്പം കളിക്കുന്നുണ്ട്. രണ്ടുപേരും ഡിബ്രൂയിനെയും ലുക്കാക്കു ഒരേ ടീമിലാണ് കളിക്കുന്നത് നെപ്പോളിയിൽ. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അവർക്ക്.
പിന്നെ കോട്ട് ഓഫ് കോഴ്സ് ഉണ്ട്, പിന്നെ ടെലിമെൻസ് ഉണ്ട് ആസ്റ്റൺ വില്ലയുടെ സെൻട്രൽ മിഡ്ഫീൽഡില് കീ പ്ലെയർ ആണ്. ആസ്റ്റൺ വില്ലയ്ക്കും ഇവർക്കും കീ പ്ലെയർ. അപ്പൊ ആ നല്ല പൊസിഷനിലെ നല്ല പ്ലെയർ. പിന്നെ ഓഫ് കോഴ്സ് ഡൊക്കുവിനൊക്കെ ഈ വേൾഡ് സ്റ്റേജില് ഉള്ള ടീമുകളില് ആ ഡ്രിബ്ലിംഗ് സ്കില്ലും അതൊക്കെ വെച്ചിട്ട് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. ഗോൾസ് ആയാലും അസിസ്റ്റ് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഓഫ് കോഴ്സ് പിന്നെ മിഡ്ഫീൽഡിൽ ഒനാന ഉണ്ട്, അതും ആസ്റ്റൺ വില്ല. ആർസണലിലെ ട്രൊസാഡ് ആ പൊസിഷൻ നമ്മൾ വിചാരിച്ച് ലെഫ്റ്റ് ഫോർവേഡ് പൊസിഷൻ വേറെ ആരെങ്കിലും എടുക്കും, പക്ഷെ ആള് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ കളിക്കണതാണ്. ട്രൊസാഡ് ഒരു സൈഡിലും ഡൊക്കു ഒരു സൈഡിലും കളിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ നല്ല അറ്റാക്കിങ്, ഏറ്റവും ബെസ്റ്റ് പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം വിംഗേഴ്സ്. പിന്നെ ബ്രൈറ്റനിലെ ഡി കൂപ്പർ ഉണ്ട്, ഗസ്റ്റാഗിനെ ഫുള്ളാമിലെ. അങ്ങനെ അവര് സ്കോഡ് നോക്കുമ്പോ ഇപ്പോഴും കട്ട ടീമാണ്. വേണമെങ്കിൽ അവര് ക്വാർട്ടർ ഫൈനൽ ഈവൻ സെമിയൊക്കെ വേണമെങ്കിൽ എത്താം. അപ്പോ ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ഒരു അണ്ടർഡോഗ് ആണ്, ഡാർക്ക് ഹോഴ്സ് അല്ല, അണ്ടർഡോഗ് തന്നെയാണ്. പഴയ പ്രതാപം ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് മുന്നേറാനുള്ള സ്ക്വാഡ് ഇപ്പോഴും ഉണ്ട്. ആ ഒരു എന്താ പറയാ, നമ്മളിപ്പം ഹസാർഡ്, കെ ഡി ബി ഇൻ പ്രൈം, ആ മുന്നിൽ ഹസാർഡിന് ഓടാൻ, ഡ്രിബിൾ ചെയ്ത് പോവാനും ബാക്ക് നിന്ന് എങ്ങോട്ട് പോയാലും പാസ് കണ്ടെത്തി കൊടുക്കാനുള്ള കെ ഡി ബി ഒക്കെ അങ്ങനെ പീക്ക് ടൈം ഒക്കെ എന്നല്ലേ. ആ ഒരു സാധനം ഇപ്പോഴില്ല എന്നേ ഉള്ളൂ. ബട്ട് ഫോർ എ വേൾഡ് കപ്പ് അവർക്ക് മുന്നേറാനുള്ള സ്ക്വാഡ് ഉണ്ട്. അവരെ സംബന്ധിച്ചോളം എന്താ പറയുക, ഗ്രൂപ്പും കുറച്ച് നല്ല ഗ്രൂപ്പാണ് അവർക്ക് കിട്ടിയത്. എന്തേലും മെല്ലെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഫെറ്റീഗായിട്ട് ആദ്യമേ ഫുൾ ഫ്ലെഡ്ജ് ഗംഹോ ഹൈ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ മെല്ലെ കളിച്ച് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പോയാൽ മതി. റൗണ്ട് ഓഫ് 16 എത്തുമ്പോഴേക്ക് അവരെ പീക്ക് എത്തിയാൽ തന്നെ അവർക്ക് ക്വാർട്ടർ ഫൈനൽ വരെ അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മാക്സിമം ഓഫ് ദാറ്റ് റൗണ്ട് ഓഫ് 16 അലക്സ് വിറ്റ്സൽ ഉണ്ട്, ആർത്തർ തീറ്റെ. നമ്മൾ ഒരുപാട് ലിങ്ക് ആയ ഒരു പ്ലെയർ ആണ് ലിവർപൂൾ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ. ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് നമ്മളിപ്പോ കേൾക്കാത്ത നമ്മുടെ സെക്കൻഡ് ഗോൾ കീപ്പർ ഷോൺ ലെമൻസ്, യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ. ടിലിമെൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് സ്വരൂപിന് എന്തോ പറയാനാണെന്ന് തോന്നുന്നു. സ്വരൂപിനെ ചോദിക്കുക, അതായത് പഴയ എക്സ്പെക്ടേഷൻ ഇല്ലായ്മ അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ എന്നുള്ളതാണ്. കാരണം കെ ഡി ബിക്കും ലുക്കാക്കുവിനും ഹസാർഡിനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഈ ജനറേഷൻ, നമ്മളിപ്പോ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയില്ലേ, സ്കോൾസ്, ലാംപാർഡ്, ജെറാർഡ്, ഡ്രൂണി ജനറേഷൻ പോലെ നിങ്ങൾ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കേണ്ടവരാണ് എന്നുള്ള ഒരു പ്രഷർ പോയത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ സ്വരൂപിന്? അതെ, ആ ബേർഡൻ ഇല്ല അവരുടെ തലയിൽ, ആ ബേർഡൻ ഇല്ല. ഇപ്പോ ഡിബ്രൂയിനായാലും ലാസ്റ്റ് മീൻസ് റിട്ടയർമെന്റിന്റെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ആളുടെ. അതേപോലെ ഡൊക്കുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളാണ് ശരിക്കും ഈ ടീമിൽ ഇപ്പോഴത്തെ പ്രൈം പ്ലേയേഴ്സിൽ ഒരാള്. ടിലിമെൻസ്, ഒനാന, ഡൊക്കു, ഇവരാണ് ഇപ്പോഴത്തെ പ്രൈം ആയിട്ട് നിൽക്കണം. ബാക്കി വളർന്നു വരുന്നവരുണ്ട്. പിന്നെ വേറൊരു ഗോൾ കീപ്പർ യെസ്. അപ്പൊ ബട്ട് സ്റ്റാർട്ടിങ് കോട്ട് തന്നെയാവും. സുദീപ്, ഇവര് ഗ്രൂപ്പ് ഒന്നും പറയാമോ? ആ ഗ്രൂപ്പ് ഇവര് ഈസി ഗ്രൂപ്പാണ് ഇവർക്ക് ആക്ച്വലി. അത് കാരണം ഒരു പ്രഷർ. ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടി പറയട്ടെ. ഇതില് ലുക്കാക്കും കൂടി ഉണ്ട്. ആ പേര് പറയാതെ വിടരുത്. സ്ക്വാഡിലില്ലേ? ഉണ്ട്. ഈ പ്രായത്തിലും ഉണ്ടാള്. യെസ്, കളിക്കാൻ ചാൻസ് കിട്ടുമെന്ന് അറിയില്ല. ലുക്കാക്കുന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇനി ഗ്രൂപ്പ് നോക്കുമ്പോ ഈസി ഗ്രൂപ്പാണ്. ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ്. വേണമെങ്കിൽ ഗ്രൂപ്പ് അവർ സുഖമായിട്ട് ടോപ്പ് ചെയ്യും. ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അവർക്ക് അടുത്ത റൗണ്ടിൽ ചിലപ്പോ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഫിക്സ്ചർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബ്രാക്കറ്റ് ചലഞ്ച് ഒക്കെ ചെയ്ത് എനിക്ക് ഓർമ്മ കിട്ടില്ല. കുറച്ചുകൂടി ഈസി ഒരു ടീമാണ് അവർക്ക് നെക്സ്റ്റ് റൗണ്ടിൽ കിട്ടുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ക്വാർട്ടർ ഒന്നും കൂടി ഗ്രൂപ്പ് പറയൂ സുദീപ്. അതായത് ബെൽജിയം, ഇറാൻ, ഈജിപ്ത്, ന്യൂസിലാൻഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 4 ടീമിൽ നിന്ന് 2 ടീം അടുത്ത റൗണ്ടിൽ ഉണ്ടാവും എന്ന് പറയുന്നത് തന്നെ ഒരു കീ പോയിന്റ്. കാരണം കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ചാൻസ്. ഇപ്പം സലയുടെ ഈജിപ്തിനാണെങ്കിലും ന്യൂസിലാൻഡ്, പിന്നെ നമ്മുടെ ഇറാൻ, നമ്മൾ ഇന്നലെ പറഞ്ഞു ജഹാൻ ബക്ഷന്റെയും
അസ്മോൻ ഇല്ല. അപ്പോൾ ബേസിക്കലി ഈ ഗ്രൂപ്പിൽ നിന്ന് 2 ടീം വരിക എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഒരു നല്ലൊരു കാര്യമാണ്, അടുത്ത റൗണ്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞു. സോ ബെൽജിയം നോക്കി നമ്മൾ അടുത്തത് ഒരു വലിയ കീ ടീം, അതായത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു ടീമാണ്, അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് എർലിംഗ് ഹാലൻഡിന്റെ നോർവേ. എർലിംഗ് ഹാലൻഡും എംബാപ്പയും എന്താ പറയാ, ഈ നമ്മുടെ ഈ ജനറേഷന്റെ, ഈ റൊണാൾഡോ മെസ്സി ജനറേഷന് ശേഷം വന്ന ജനറേഷന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വേൾഡ്സ് മോസ്റ്റ് ഫ്രൈറ്റനിങ് ഫോർവേഡ്സ് ആണ്. അതില് ഹാലൻഡിന്റെ ടീം, അതായത് നോർവേ എത്രയോ വർഷമായി ക്വാളിഫൈ ആയിട്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നോർവേയിലുണ്ട്, പുള്ളി നമുക്ക് നോർവേയുടെ മാച്ചിൽ ചിലപ്പം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ആർസണലിന്റെ ക്യാപ്റ്റൻ, മാൻ സിറ്റിന്റെ സ്ട്രൈക്കർ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്ട്രൈക്കർ ആന്റോണിയോ ന്യൂസ, ക്ലോപ്പിന്റെ ഫേവറേറ്റ് സാൻഡർ ബെർജ്, ഇവരൊക്കെ ഉണ്ട്. സ്ക്വാഡ് എന്ന് പറയുന്നത് സുദീപ് ഞാൻ പറയാം, അത് വെച്ച് ചർച്ച ചെയ്യാം. സെനഗൽ ഉണ്ട് സ്ക്വാഡിൽ, ഗ്രൂപ്പിൽ ഫ്രാൻസ് ഉണ്ട്, ഇറാഖ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗ്രൂപ്പ്. പക്ഷേ എർലിംഗ് ഹാലൻഡ് ഗോൾ അടിക്കും, അതിലൊരു സംശയമില്ല. ഔട്ട്സൈഡ്, അതായത് നോർവേ എന്താ പറയാ, വേൾഡ് കപ്പിൽ അടുത്ത റൗണ്ടിൽ അങ്ങ് ഒരു 2-3 റൗണ്ട് കയറിപ്പോയാൽ ഗോൾഡൻ ബൂട്ട് കണ്ടൻഡർ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഗ്രൂപ്പിന്റെ ഇത് കണ്ടല്ലോ, ഗ്രൂപ്പിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളുള്ള ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. എംബാപ്പെ, ഒലീസെ, അപ്പുറത്ത് മാനെ ഉണ്ട്, പിന്നെ ഹാലൻഡ്. അങ്ങനെ വലിയ വലിയ പേരുകളുടെ കൂടെ സുദീപ് എന്നും പറയാൻ വന്നാണ് സുദീപ്. ക്യാപ്റ്റൻ പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. സുദീപ്, ഹാലൻഡ്, മാന്. പക്ഷെ അത് സത്യമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന 2 പേര് ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. എംബാപ്പെ ഉണ്ട്, അതുപോലെ ഹാലൻഡ്. അപ്പൊ എന്തായാലും കിടിലൻ കളികളായിരിക്കും ആ ഗ്രൂപ്പിലുള്ളത്. ഫ്രാൻസ്, നോർവേ, സെനഗൽ, നോർവേ ഒക്കെ. ഫ്രാൻസ്, സെനഗൽ 3 കളി അടിപൊളിയായിരിക്കും. അപ്പൊ ഇതിലേക്ക് വരാം. ഇവരുടെ നോർവേയുടെ ടീം എടുത്ത് നോക്കിയാൽ ക്വാളിഫയിങ് റൗണ്ട്സിലൊക്കെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടാണ് അവര് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് വേൾഡ് കപ്പിൽ. ഗോളുകൾ അടിച്ചു കൂട്ടുക, അതായത് അവരുടെ സ്ക്വാഡ് അങ്ങനെയാണ്. അതായത് ഡിഫൻസ് ആണ് അവരുടെ ഇത്തിരി വീക്ക് പോയിന്റ് എന്ന് പറയാനുള്ളത്. പക്ഷെ ഈ അറ്റാക്കിംഗ് നിര നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രൈം എണ്ണം കൊണ്ടല്ലെങ്കിലും ക്വാളിറ്റിയും കൊണ്ട് ഇത്രയും ക്വാളിറ്റിയുള്ള അറ്റാക്ക്. ഓഫ്കോഴ്സ് ഹാലൻഡ് ഉണ്ട്, ക്രിസ്റ്റൽ പാലസിന്റെ സ്റ്റാൻ ലാർസൺ ഉണ്ട്. ഇവരൊക്കെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. പിന്നെ ഓസ്കർ ബോബ് ഉണ്ട്, സിറ്റിയിലായിരുന്നു, ഇപ്പൊ ഫുള്ളാമിൽ കളിക്കുന്ന പ്ലെയർ ആണ്. അങ്ങനെ ഒരു അറ്റാക്കേഴ്സിന്റെ നീണ്ട നിരയ. മാത്രമല്ല മിഡ്ഫീൽഡും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ്, ആൻഡൻബർഗ് ഓഫ്കോഴ്സ്. പിന്നെ ഡിഫൻസിൽ ക്രിസ്റ്റഫർ അയർ ഉണ്ട്. അങ്ങനെ അവര് നല്ല ടീമാണ്, അറ്റാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അവർ കളിക്കുന്നത്. ഇപ്പോ നമ്മൾ പറഞ്ഞു ഈ ഗ്രൂപ്പ് ടൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിലൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് പ്രൈസ് ഉള്ള എല്ലാ ഗ്രൂപ്പിൽ നിന്നും തേർഡ് പ്രൈസിന് കയറാൻ പറ്റില്ല. ഇത്ര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ഗ്രൂപ്പ് വരുമ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തേർഡ് വരണത് ആരാ, അവർക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഔട്ടാവും. അതിപ്പോ നോർവേ ആവാൻ ചാൻസ് കുറവാണെന്നാണ്, ഇവര് അറ്റാക്ക് വെച്ചിട്ട് കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു വലിയ ടീമിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വേൾഡ് കപ്പിൽ 48 ടീം വന്നതിൽ ഒരു ഗുണം, ഈ യൂറോപ്പിൽ നിന്നും നല്ല പൊതുവെ ഔട്ടായി പോകുന്ന ക്വാളിറ്റി ടീംസും കൂടി ഇത്തവണ വേൾഡ് കപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി നോർവേ എനിക്ക് തോന്നുന്നു 98 ശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓഡേഗാർഡ് ഹാലൻഡൊക്കെ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. ഓഡേഗാർഡ് ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വേൾഡ് കപ്പ്. നല്ല ഒരു സ്ക്വാഡ് തന്നെയാണ്. എനിക്ക് ഇഷ്ടം അനദർ അറ്റാക്കിംഗ് ടീം. അങ്ങനെ ഡിഫൻസിൽ ചെയ്യുന്ന ടീമല്ല, ദേ പ്ലേ ടു ദെയർ സ്ട്രെങ്ത്സ്. നോർവേയെ സംബന്ധിച്ചോളം ഇനിയിപ്പം നോക്കേണ്ടത് ഈ ഒരു ഡ്യൂ, ഹാലൻഡ്, ഓഡേഗാർഡ് ഡ്യൂവിനെ വെച്ച് അവരെ പൂട്ടാൻ ആയിരിക്കും എല്ലാം ശ്രമം നടത്തുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സോർലോത്തിനെ പോലെ ആരെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓപ്ഷൻ ആയിട്ട് വരണം, ആസ് എ സോഴ്സ് ഓഫ് ഫ്രീ സ്പേസ് കിട്ടി ഗോൾ അടിക്കുന്നത്. ഈ ഗ്രൂപ്പിലും പ്രശ്നം വരുന്നത് ഇറാഖിനാണ്. കാരണം ഇറാഖിന്റെ കൂടെ എത്ര ഗോൾ അടിക്കുന്നു, അതായിരിക്കും ഈ ബെസ്റ്റ് തേർഡ് പ്ലേസ് കിട്ടാനുള്ള ഒരു വഴി.
അപ്പോ 4 പോയിന്റ് കിട്ടിയാൽ ഏകദേശം ക്വാളിഫൈ ആണ് ഈ വേൾഡ് കപ്പിൽ. 4 പോയിന്റ്, പക്ഷെ അപ്പോഴും ഗോൾ ഡിഫറൻസ് ആയിരിക്കും എല്ലാവർക്കും അവിടെ മാറ്റർ വരിക. എക്സാക്ട്ലി. അപ്പൊ ഇറാഖിനെതിരെയുള്ള മാച്ചിൽ എത്രത്തോളം ഗോൾ അടിക്കുന്നോ അത്രത്തോളം ടീംസിന് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർവേക്കായിരിക്കും സെനഗലിനായിട്ട് കൂടുതൽ ചാൻസ്. കാരണം ഹാലൻഡിന് 2-3 ചാൻസ് കിട്ടിയത് അടിക്കും അങ്ങനെ തന്നെ. അതെ അതെ അതെ. നോർവയെ കുറിച്ച് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ അവരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് വലിയ എല്ലാവരും പല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല രസമുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, നിങ്ങളും കണ്ടു നോക്കണം. നോർവേയുടെ കൾച്ചർ മുഴുവനും അവര് ഈ വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് അതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നോർവേയുടെ കൾച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജും കൂടി ആക്കിയത് മാറ്റുക. അതുപോലെ അവരുടെ ഫാൻസിന്റെ ട്രേഡ് മാർക്ക് ഒരു ഡ്രം കൊട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സ്റ്റൈലില് താളത്തില് ഡാൻസ് ചെയ്യുക, അങ്ങനെ അവരൊരു കൊറിയോഗ്രാഫ്ഡ് ഒരു സാധനം ഉണ്ട്. അതൊക്കെ ഇവര് USA കൊണ്ടുവരും. അപ്പൊ അവരുടെ മാച്ച് കാണുമ്പോ ആ ഒരു കൾച്ചറും കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ്. നോർഡിക് ടീംസിന്റെ ഒരു കൾച്ചർ ഐസ്ലൻഡിനും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഐസ്ലൻഡ് ഉള്ളപ്പോഴും വളരെയധികം ഫാൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നോർവേക്കും അതിന് ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെ. വേൾഡ് കപ്പ് കാണുമ്പോ ഇങ്ങനത്തെ ഓരോ പ്ലേയേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധമാണ്. ഹാലൻഡൊക്കെ ഈ ടീം സ്ക്വാഡ് ഫോട്ടോ വന്നപ്പോ മറ്റേ ഓഡേഗാർഡിനെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, UCL തോറ്റ മനുഷ്യന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഹാലൻഡ് ഇത്ര മുടി വളർത്തിയത് തന്നെ ഈ ഒരു ഫോട്ടോഷോട്ടും ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണക്കാക്കിയിട്ടാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ മുടി വളർത്താൻ തുടങ്ങിയത്. എന്തായാലും ആ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ലുക്കൊക്കെ കറക്റ്റ് ആണ് ഈ ഫോട്ടോഷൂട്ടിലൊക്കെ. യെസ്, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സ്ട്രൈക്കേഴ്സിനെ കാര്യം പറയുമ്പോൾ മറ്റൊരു ടീം, വൺ ഓഫ് ദ ബെസ്റ്റ് 2 സ്ട്രൈക്കേഴ്സ് ഇൻ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അലക്സാണ്ടർ ഇസാക്ക്, വിക്ടർ ഗ്യോക്കറേസ്, രണ്ടുപേരുടെയും ഗ്രഹാം പോട്ടർ കോച്ച് ചെയ്യുന്ന സ്വീഡൻ. വളരെ മോശം ക്വാളിഫയേഴ്സ് ആയിരുന്നു. ഔട്ടായതിൽ നിന്ന് വീണ്ടും പ്ലേ ഓഫിലൂടെ പിൻവാതിൽ നിയമനത്തിലൂടെ വന്നു ക്വാളിഫൈ ആയി വേൾഡ് കപ്പിൽ. സ്വീഡൻ എല്ലാ വേൾഡ് കപ്പിലും ഉണ്ടാവുന്ന ഒരു ടീമാണ്. പഴയ ഫോളോവേഴ്സ് ഹെൻറിക് ക്ലാർസൺ തൊട്ട് ഇങ്ങ് ഇസാക്ക് വരെ എത്തി നിൽക്കുന്നു. നല്ല ടീമാണ്. വൺ ഓഫ് ദ നല്ല ടീമാന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പേരുകളുണ്ട്. അവർക്കൊരു കൊഹേസീവായ പെർഫോമൻസ് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സോ എലാങ്ക ഉണ്ട്, ലിൻഡലോഫ് ഉണ്ട്, കുലുസെവ്സ്കി ഉണ്ട്. കുലുസെവ്സ്കി എന്താ അവസ്ഥ എന്നറിയില്ല. സ്ക്വാഡിലുണ്ടോ കുലുസെവ്സ്കി? ഇല്ലല്ലോ. ഇല്ല. സോ കുലുസെവ്സ്കി ഇല്ല. ഐ മീൻ സ്വീഡിഷ് പ്ലെയർ ആണെന്നുള്ളൂ. ഗ്രൂപ്പ് അഗെയിൻ നെതർലാൻഡ്സ് ആൻഡ് ജപ്പാൻ ടഫാണ്. എനിക്ക് പ്രതീക്ഷ തരുന്നില്ല. അല്ല, എനിക്ക് വലിയ പ്രതീക്ഷയില്ല സ്വീഡന്റെ. ഞാൻ ഇവരുടെ ക്വാളിഫയേഴ്സ്, ഇസാക്ക് സൈനിങ് തൊട്ട് ഞാൻ ഇവരെ ക്വാളിഫയേഴ്സ് കാണുന്നുണ്ട്. ഒരു തരത്തിലുള്ള കോവിഷനും ഒരു തരത്തിലുള്ള ഒരു ടീം ബോണ്ട് ഒന്നുമില്ല. ഗ്രഹാം പോട്ടർ ഇസ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ. വാട്ട് ഡു യു തിങ്ക്? ബാക്കി എല്ലാ ടീമും ഒരു എന്താ പറയാ നോർമൽ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാണ്ട് കളിക്കുന്ന പല ടീമുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഇവർക്ക് മാത്രം 2 എണ്ണം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും ഇല്ല ആക്ച്വലി. അവർക്ക് പറയാൻ പോലും ഒരു എലാങ്ക ഉണ്ട്, ബെർഗ്വാൾ സ്പേഴ്സിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ലൂക്കാസ് ലൂയിസ് ബെർഗ്വാൾ ഉണ്ട്. അവിടെ കഴിഞ്ഞു. ബ്രൈറ്റന്റെ ഐറി ഉണ്ട്. അവരെല്ലാവരുടെയും പീക്ക് കഴിഞ്ഞു എന്ന് പറയാം. അയനയുടെ പീക്ക് ആയാലും ലിൻഡലോഫ് ആയാലും എല്ലാവരുടെയും പീക്ക് കഴിഞ്ഞൊരു സമയമാണ്. സ്റ്റിൽ അവരുടെ കൺട്രീന് വേണ്ടി ദേ ആർ ബിഗ്ഗസ്റ്റ് സ്റ്റാർ റൈറ്റ് നൗ. വേറെ ഒന്നുമില്ല. ആ കൂടെ 2 സ്ട്രൈക്കറാണ്. അവർക്ക് 2 ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഗോൾ അടിക്കുമായിരിക്കും. പക്ഷെ അത് വെച്ചിട്ടൊന്നും ഈ ഒരു ഗ്രൂപ്പ് കടന്നു കിട്ടാൻ ചാൻസ് കുറവാ. ഫ്രണ്ട് ത്രീയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഫ്രണ്ട് 3 എലാങ്ക, ഗ്യോക്കറേസ്, ഇസാക്ക് കളിക്കേണ്ടി വരും. അത് എങ്ങനെ അവർ കളിക്കും എന്ന് എനിക്കറിയില്ല. ചിലപ്പം ഇലാങ്ക നമ്പർ 10 ആയിട്ട് 2 നമ്പർ 9 പോട്ടറിന്റെ സ്റ്റൈലാണ്, മറ്റേ ബാക്ക് 3 വെച്ചിട്ടുള്ള പരിപാടിയാണ്. 2 സ്ട്രൈക്കറിന് ആ പരിപാടിയാണ്.
അപ്പോ അതില് പറയുകയാണെങ്കിൽ ഈ ക്വാളിഫയേഴ്സിലെ ഇസാക്കൊക്കെ എത്രണ്ടും കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അയാൾക്ക് കൂടുതൽ ഇഞ്ചുറി ആയിരുന്നു ഈ സീസൺ, കൂടുതലും അയാളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോ അവരുടെ ക്വാളിഫയേഴ്സ് വെച്ചിട്ട് അവരെ വിലയിരുത്തേണ്ട കാര്യമില്ല. അല്ല, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് അവർ 2 മാച്ച് എന്തോ ഉള്ളൂ ഇസാക്ക് ഇഞ്ചുറി ആയപ്പോ. എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ്. ഭയങ്കര മോശമായിരുന്നു. ഈ 2-3 വർഷമായിട്ട് മോശമാണ് അവര്. ഡിഫൻസ് ഇല്ല ശരിക്ക്. അവര് മിഡ്ഫീൽഡേഴ്സിനെയൊക്കെ വെച്ച് ഡിഫൻസ് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പോട്ടർ ഈ ടീം വെച്ചിട്ട്. ശരി, അവർക്ക് സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് ജപ്പാന്റെ ഒക്കെ അടുത്ത് എന്തായാലും അവര് പൊട്ടും. ഈവൻ ടുണീഷ്യ വരെ അവരെ പൊട്ടിക്കും. ടുണീഷ്യ എന്റെ ടീമായതുകൊണ്ട് പറയില്ല, അവര് യങ് ആയിട്ടുള്ള നല്ല ടീമാണ്. അപ്പൊ അതിൽ ഇവര് ഈ പറഞ്ഞ പോലെ ക്രിസ് പറഞ്ഞ പോലെ ഇവർ ഒട്ടും ഡിസേർവ്ഡ് ആയിരുന്നില്ല. ശരിക്ക് ഇറ്റലി ആയിരുന്നു ആ സ്ഥാനത്ത് വേൾഡ് കപ്പിൽ വരേണ്ടിയിരുന്നത്. കുറച്ചും കൂടി നന്നായിട്ട് വന്നേനെ. അങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പ് തന്നെ കോമ്പറ്റീഷൻ കുറച്ചും കൂടി അതിന്റെ സ്റ്റാൻഡേർഡ് കൂടിയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇറ്റലി ഫേവറേറ്റ് ടീം ആയതുകൊണ്ട് ഞാൻ പറയണതല്ല. എന്നാലും സ്വീഡൻ ഈ പറഞ്ഞ പോലെ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തിരുന്നത്. അവരുടെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടിയത് അവരുടെ ഭാഗ്യമാണ്. ബെസ്റ്റ് തേർഡ് പ്ലേസ് ഒക്കെ ആയിട്ട് കയറാന്നൊക്കെ അവർക്കൊരു ഹോപ്പ് ഉണ്ടാവും. പക്ഷെ ഈ അണ്ടർ ഡോഗിലും അതുപോലെ ഡാർക്ക് ഹോഴ്സിലും അവരെ പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. പക്ഷെ അവർ ഈ പറഞ്ഞ നമ്മളെ ഇതിൽ ആഡ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇസാക്കും ഗ്യോക്കറസും വെലാങ്കയും ഇതുപോലെയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, നല്ല കിടിലം പ്ലേയേഴ്സ് അവർക്ക് ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റിയൊരു മാനേജർ ഇപ്പോഴും ഈ മാനേജറുടെ കാര്യം ഒരുപാട് കാലം പിറകെ കിടക്കുന്ന ഒരു മാനേജറാണ്. അതാണ് ഇയാളുടെ പ്രശ്നം. ഈ റോബർട്ടോ മാർട്ടിനസിനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇയാൾക്കുണ്ട്. നല്ല ടീം കിട്ടിയാലും അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റാത്തൊരു മാനേജറാണ്. അപ്പോ അടുത്ത റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ അതുവരെ അവർ എത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് കാണുന്നില്ല. അല്ല, അത് ഞാൻ നോക്കുന്നു. ടീം സ്ക്വാഡ് ഇങ്ങനെ നോക്കുകയാണേ, അതൊന്നും ഒന്നുമില്ല. നമുക്ക് അറിയുന്ന പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കാര്യമായിട്ട് ഒന്നും തന്നെ നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല ടീമിൽ. സോ ഐ തിങ്ക് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവാൻ സാധ്യത. പിന്നെ അവർക്ക് കയറാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഗ്യോക്കറേസും ഇസാക്കും ചറവറ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ. പക്ഷെ ഒരു നല്ല ടീമിന്റെ കൂടെ നോക്കൗട്ട് വന്ന അപ്പൊ പോകും. അവർക്ക് നേരത്തെ ഇബ്രാഹിമോവിച്ച് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാഷൻ, ഒരു അതുണ്ടായിരുന്നു, ഹങ്കർ ഉണ്ടായിരുന്നു ജയിക്കുന്നത്. ആ ഇബ്രാഹിമോവിച്ചിന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അത് ആ ടീമിന് വന്നിരുന്നു. അതാണ് അവര് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നത് ഇതിനു മുമ്പൊക്കെ. പക്ഷെ ഇപ്പൊ ആ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. ലാർസൻ ഓക്കെ, വോറനിൻ പഴയ ലിവർപൂൾ പ്ലെയർ. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടീം. ഈ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സ്വീഡനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ്. ഒരു കിഡിലൻ എന്താ പറയാ ടൂർണമെന്റ്, വേൾഡ് കപ്പ് ടൂർണമെന്റ് ടീമാണ് ക്രൊയേഷ്യ. 40കളിൽ നിന്ന് വരുന്ന ശ്രീമാൻ മോഡ്രിച്ച്. ആ ടീമിന് എന്താ പറയാ പ്രായം ഒരു പ്രശ്നമല്ല. കാരണം മോഡ്രിച്ച്, കോവച്ചിച്ച്, ഗ്വാഡിയോൾ, പെരിസിച്ച്, കാമറിച്ച് എല്ലാത്തിനും ഗ്വാഡിയോൾ ഒഴികെ ബാക്കി എല്ലാം 30+ നിൽക്കുന്ന ഏജ് ആണ് അവര് ഒരേ ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ടീമിന് ആ ഡാലിച്ചിന്റെ കോച്ചിങ് ആണെങ്കിലും ഈ ടീമിന് ടൂർണമെന്റ് എങ്ങനെ കളിക്കേണ്ടതെന്നുള്ള ഒരു നാക്ക് അറിയുന്ന ഒരു ടീമാണ്. സോ ഞാൻ ഇവരെ എന്താ പറയാ ഒരു സ്ക്വാഡായിട്ടാണ് കാണുന്നത്, ഒരു ടീമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പേഴ്സണലല്ല. ഇവർക്ക് ആ ഒരു ഒത്തൊരുമയും ആ ഒരു നാഷണൽ പ്രൈഡും ഉള്ള ക്രൊയാറ്റ്സ്, എസ്പെഷ്യലി യുദ്ധവും ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ചു വന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു നാഷണൽ ഐഡന്റിറ്റി അവർക്കുണ്ട്. ആ ഒരു ഐഡന്റിറ്റി അവർക്ക് എപ്പോഴും വേൾഡ് കപ്പിൽ അസ് അഗെയിൻസ്റ്റ് ദ വേൾഡ് രീതിയിൽ പോയി അവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. ഐ ഹാവ് ഹോപ്സ് ഫോർ ദിസ് ടീം. നമ്മളെ സർപ്രൈസ് ചെയ്യാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒരു ടീമാണ് ക്രൊയേഷ്യ. മോഡ്രിച്ചിനും ഈ ഹീറ്റിലൊക്കെ എത്ര കളിക്കാൻ പറ്റുമെന്ന് നോക്കി കാണേണ്ടതാണ്. പക്ഷെ സ്വരൂപ് ബാക്കി കാര്യം പറയുന്നു. അതിപ്പോ ക്രൊയേഷ്യൻ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പറയണ പോലെ ടയേർഡായി അവരെ കണ്ടിട്ടില്ല. എത്ര ഏജ് ആണെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ട്
90 മിനിറ്റ് കഴിഞ്ഞാലും 120 മിനിറ്റ് ആയാലും അവര് ടയർഡ് ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന കണ്ടിട്ടുള്ളൂ. അപ്പൊ 40 വയസ്സ് പിന്നെ ഇവരെ സർപ്രൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവര് പെർഫോം ചെയ്യും, അതിലൊരു സർപ്രൈസും ഇല്ല. അങ്ങനെയുള്ള ടീമാണ് ഇത്. ക്രിസ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് അവര്. മീൻസ് ഒരു സാധാരണ ഒരു ടീമൊന്നുമല്ല, സ്ക്വാഡായിട്ട് തന്നെ കളിക്കുന്ന. കോറ് ഭയങ്കര സ്ട്രോങ് ആണ്. മോഡ്രിക്, കോവാസിച്ച് എല്ലാരും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവർക്ക് ഓടി നടന്ന് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. പിന്നെ സുസിച്ചൊക്കെ ഉണ്ട്, നല്ല സ്ക്വാഡാണ്. ഗാർഡിയോള ഉണ്ട്, എക്സ്പീരിയൻസ് കോച്ചാണ് ഡാലിച്ച്. നമ്മള് ഓർമ്മ വെച്ച കാലം തൊട്ട് ഡാലിച്ചിന് എനിക്ക് അവിടെ കണ്ടിട്ടുണ്ട്. അവർക്ക് എനിക്ക് തിരിച്ചാണ് തോന്നുന്നുള്ളത്. എന്താണ് എനിക്ക് തിരിച്ചാ തോന്നുന്നുള്ളത്. ഇവരെ ചാൻസ് ഈ ഒരു ഇതില് പ്രോബബ്ലി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവാനുള്ള സാധ്യതയുണ്ട്. പറയാൻ കാരണം ഇംഗ്ലണ്ട് ആണ് ആ ഗ്രൂപ്പിൽ ഫേവറേറ്റ്സ്. നമ്മൾ ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട്, ഗാന, പനാമ ആണ്. പനാമ എനിവേസ് 3 ടീമും കൂടി ഒരുമിച്ച് പഞ്ചി കിട്ടുള്ളൂ. നോ ഒഫൻസ്. ബാക്കിയുള്ള 3-ൽ നിന്ന് ഇംഗ്ലണ്ട് ഫേവറേറ്റ് ടു വിൻ ഇറ്റ്. ക്രൊയേഷ്യ ഇംഗ്ലണ്ടിന് കുറച്ച് കാലങ്ങളായിട്ട് പണി കൊടുക്കുന്ന ഒരു ടീമാണ്. എന്നിരുന്നാലും ഈ ഒരു ഇയർ ഐ തിങ്ക് ഇംഗ്ലണ്ട് വിൽ ബീറ്റ് ദം. അതല്ലാണ്ട് ഗാന ഗെയിം ആണെന്നുണ്ടെങ്കിലും ചൂടും വയസ്സും 4 വർഷം മുന്നേ ഉള്ള ക്രൊയേഷ്യ വെച്ച് നമുക്ക് ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്ലേയേഴ്സ് സെയിം ആണെന്നുണ്ടെങ്കിലും 4 വർഷം കഴിഞ്ഞു മോഡ്രിച്ച് 40, ബാക്കിയുള്ളവരും ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരാൾക്ക് മാത്രം 40. ബാക്കി ഐ മീൻ നമ്മൾ പോർച്ചുഗലിനൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഒരാൾക്ക് മാത്രമേ വയസ്സുള്ളൂ എന്നുള്ളതല്ല, ടീമിന് ഒന്നടക്കം വയസ്സുണ്ട് ഇവിടെ. അപ്പം ഈ ഒരു ഹീറ്റിലൊക്കെ വരുമ്പോൾ അവർക്ക് 90 മിനിറ്റ്സ് ഒന്നും പറ്റൂല. അതിന്റെ കുറെ ലക്ഷണങ്ങൾ കാണാനുണ്ടാവും ഇത് ഓരോ ഗെയിമിലും. ബെസ്റ്റ് 3 എന്ന് പറയാനും ഉണ്ടാവില്ല. കാരണം ഗാന ഇസ് നോട്ട് ഒരു ടീമിൽ. ഓക്കെ, പനാമ ഇസ് ദർ, പക്ഷെ ഗാനയും ഒരു ടഫ് ഫൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ഡിഫറൻസ് ഉണ്ടാക്കാനൊന്നും പറ്റൂല ആ ഗെയിമില്. ആ ഒരു ഗെയിം കൂടി ഡ്രോ ആവുകയാണെങ്കിൽ പ്രോബബ്ലി പുറത്താവാൻ വരെ സാധ്യതയുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ. സുദീപിന് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നല്ലേ അവർ പുറത്താവുന്നത്. എന്തായാലും ബെസ്റ്റ് 3rd പ്ലേസ് ടീംസ് ഉണ്ട്. അത് മാത്രമല്ല അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയും ചെയ്യും. ഞാൻ അന്ന് പറഞ്ഞതാ, ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യമാണ് ക്രൊയേഷ്യ തോൽപ്പിക്കും. അപ്പൊ 3rd അല്ല, അവര് ഗ്രൂപ്പിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് തന്നെയാവും. എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തില്. മാത്രമല്ല ഇച്ഛമാരുടെയും ഇച്ഛായന്മാരുടെയും ടീമാണ്. കുറെ ഇച്ഛകളും അല്ലെങ്കിൽ ഇച്ഛായന്മാരാണ് അവരൊക്കെ. നല്ല ഇതിന്നാണോ ഇച്ഛ ഉണ്ടായ ഇവരുടെ ക്രൊയേഷ്യന്ന്? ലാസിച്ച് നല്ല പ്ലെയറാണ്. സൂസിച്ച്, ക്രാമരിച്ച്, ഇവരെ പെറിസിച്ച്, കൊവാച്ചിച്ച്, മോഡ്രിച്ച്, അതുപോലെ തന്നെ ഉസ്കോവിച്ച് നല്ല കിടിലൻ യങ് പ്ലെയർ ആണ്. അതുപോലെ കോമോന്റെ ഇന്ന് ഗണേശ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേ, ഗണേശ് കോമോയുടെ കളിയൊക്കെ സ്ഥിരം ഇരുന്ന് കാണുന്ന മാർട്ടിൻ ബച്ചുറീന അടുത്ത സ്റ്റാർ ആണ്. ആക്ച്വലി ക്രൊയേഷ്യ എന്നുള്ള സ്റ്റാർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ഗോളുകൾ അടിക്കാം, അസിസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ഓൾഡ് പ്ലേയേഴ്സ് ഉണ്ട് ശരിയാണ്, പക്ഷെ യങ് പ്ലേയേഴ്സും ഉണ്ട് അത് കോംപ്ലിമെന്റ് ചെയ്തിട്ട്. പിന്നെ ഈ ലൂക്കാ മോഡ്രിച്ച് ഒക്കെ നമ്മള് റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോഴും പ്രായമായി എന്നൊക്കെ പറഞ്ഞ, പക്ഷെ എന്നാലും 90 മിനിറ്റ്സ് കഴിഞ്ഞാൽ ആള് ബോളിന് വേണ്ടി ഓടണ ഓട്ടവും ഇതൊക്കെ ആൾക്കൊന്നും അങ്ങനെ വയസ്സാവണ കൂട്ടത്തിലുള്ള ആളല്ല തോന്നുന്നു. അവരുടെ ബോഡി ഫിസിക്കൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും അവരെ ഇങ്ങനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് അതിനു മുമ്പ് തന്നെ ടയർഡായി പോകുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും അവര് ഗ്രൂപ്പില് കയറും, അവര് ക്വാർട്ടർ ഫൈനൽ ഈവൻ സെമി വരെ എത്താം. കാരണം ബിഗ് ടൂർണമെന്റ് ടീമാണ്. അവരെപ്പോഴും ബിഗ് ടൂർണമെന്റ്സിൽ പെർഫോം ചെയ്യും. അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്, സ്പെഷ്യാലിറ്റി. ഞാൻ സെമിയിലൊക്കെ അവരെത്തുന്ന ഒരു ക്വാർട്ടർ ഫൈനൽ എങ്ങനെയായാലും എത്തും, കൺഫേം ആണ്. എല്ലാരും ക്വാർട്ടർ ഫൈനൽ ഇടുന്നുണ്ട് കേട്ടോ. ക്വാർട്ടർ ഫൈനൽ 20 ടീമായി ഇപ്പൊ. അല്ല ഞാനില്ല. ബ്രസീലിനെ പുറത്താക്കി, നെതർലൻഡ്സിനെ പുറത്താക്കി, അർജന്റീനയൊക്കെ പുറത്താക്കിയതാ ക്വാർട്ടർ ഫൈനൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. എന്താണ് ലാസ്റ്റ് കമന്റ്സ് ഓൺ ക്രൊയേഷ്യ? ഇതന്നെ അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് കയറിപ്പോ ഈ ബാക്കിയുള്ള 3rd ഫിനിഷ് ചെയ്യണ 8 പേരൊന്നും അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഒരു സുഖമായിട്ട് സെക്കൻഡ്, ഫസ്റ്റ് ആണെങ്കിൽ സർപ്രൈസ് ആയെന്ന് പറയാം. ഫസ്റ്റ്
എന്താ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഷുവറാ. ഫസ്റ്റും ആവാട്ടോ. ഇംഗ്ലണ്ടിന്റെ കൂടെ ഡ്രോ പിടിക്കാൻ പറ്റുന്ന ടീമൊക്കെ ഉണ്ട് ഇവർക്ക്. ഇംഗ്ലണ്ടൊക്കെ ഈ മോഡ്രിച്ചിന്റെ പിന്നാലോടി വയ്യാന്റെ ആവും. അത് കാണണം. 40 വയസ്സുള്ള ആളുടെ 40 വയസ്സുള്ള ആളുടെ പിന്നാലെ 20 വയസ്സുള്ളവർ ഓടി കളിക്കണം കാണാം. നോക്കാം. ക്രൊയേഷ്യ എന്തായാലും ഇംഗ്ലണ്ടിന് ഒരു ചാലഞ്ച് ആയിരിക്കും ഗ്രൂപ്പില്. ഓബിന്റെ തിയറിയാണോ സുദീപിന്റെ തിയറിയാണോ ശരിക്കും നമുക്ക് വഴിയെ നമ്മൾ വേൾഡ് കപ്പിൽ എല്ലാ മാച്ചിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അറിയാലോ, രാവിലെയും 3:30ക്കും 4:30ക്കും 6:30ക്കൊക്കെ മാച്ച് കണ്ടിരുന്നാല് ഭാര്യമാരും വീട്ടുകാരും അച്ഛനമ്മമാരും ഒക്കെ നമ്മളെ പ്രാകും. അപ്പോ നമ്മൾ മാക്സിമം ബിഗ് ടീംസിന്റെ മാച്ചസ് കാണുന്നതായിരിക്കും, നമ്മൾ റിവ്യൂലേക്ക് വരുന്നതായിരിക്കും. അപ്പോ ക്രൊയേഷ്യ ഇംഗ്ലണ്ട് ദിവസം ഓബിൻ ഏതാടാ മാച്ച് കാണണ്ടാവും. നമുക്ക് ആ പ്രശ്നമൊന്നും എല്ലാ മാച്ചും കാണുമോ? രാവിലെ 3:30ക്ക് സൗത്ത് കൊറിയ വേഴ്സസ് ഏതൊക്കെയോ കുറാച്ചാവോ എന്തൊക്കെയുണ്ട്. മറ്റേ ബയോളജിക്കൽ ക്ലോക്ക് തിരിച്ചിടും. രാവിലെ ഉറങ്ങും, രാത്രി എണീക്കും. അല്ല, അവസാനം എന്താ അറിയോ, ഈ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് കളി കണ്ട് നമുക്ക് രാത്രി കാണണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങും. നമ്മൾ ഇങ്ങനെ മൊബൈലിൽ നോക്കുമ്പോ സൗത്ത് കൊറിയ വേഴ്സസ് ആരാണ് സോറി പരാഗ്വേ വേഴ്സസ് തുർക്കി മാച്ച് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അർഡ ഗുള്ളർ ഒരു ഫ്രീ കിക്ക് അടിച്ചു നോക്കിയാൽ മെല്ലെ നമ്മളിങ്ങനെ എണീറ്റ് ആ ഗോളൊന്ന് കാണാൻ പറഞ്ഞ് ഇടും. പിന്നെ ആ കളി 5:30 വരെ കാണും. എന്നിട്ട് നമ്മൾ രാവിലെ ഇരുന്ന് പ്രാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങാൻ ഭയങ്കര പാടാ. ഇനിയിപ്പോ അഥവാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാൽ തന്നെ ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, നീ ആ ചാൻസ് കണ്ടിനോ? അതെ, ഈ ഫോമോ എന്നൊക്കെ പറയുന്ന പോലെ വലിയ പ്രശ്നമാണ് ഈ സ്പോർട്ടിങ് ഫോമോ. സുദീപും ഞാനൊക്കെ രാവിലെ ഇരുന്നിട്ട് MLB ഒക്കെ അങ്ങനെ കാണുന്നതാണ്. ഷോയി ഒട്ടാണിയൊക്കെ ഹോം റണ്ണൊക്കെ അടിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇരുന്ന് പോകും. അതാണ് പ്രശ്നം. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാല് ഫുൾ ടൈം ഉറക്കം തൂങ്ങിയിരിക്കും. ഡേ ടൈമിൽ ഉച്ചക്ക് ഉറങ്ങാൻ ശ്രമിക്കും, പിന്നെ കാപ്പി കുടിക്കും. അങ്ങനെ നല്ല നല്ല ശീലങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ നല്ല നല്ല പ്രശ്നങ്ങളൊക്കെ വരും. എനിവേ, നമ്മളെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ പരാഗ്വേ വേഴ്സസ് തുർക്കി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ തുർക്കിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മെയിൻ ഒരു കാരണത്തിനാണ്. തുർക്കിന് ഒന്നാമത് കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. പണ്ട് തൊട്ടേ എസ്പെഷ്യലി കോഴിക്കോടും മലപ്പുറവും തുർക്കി ഫാൻസ് ഒരുപാടുണ്ട്. അതോടൊപ്പം ഐ തിങ്ക് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഈ ലോകകപ്പിലെ ഒരു താരമായി മാറാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ, ആർഡ ഗുലർ. നമ്മള് മെസ്സിയെ കുറിച്ച് പറഞ്ഞു, നമ്മള് വിനീനെ കുറിച്ച് പറയാറുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് പ്രോഡജി ആയിട്ട് വരാറുണ്ട്. ആർഡ ഗുലർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് ടർക്കി എന്ന് പറഞ്ഞു. റയൽ മാഡ്രിഡ് ആർഡ ഗുലറെ മേടിച്ചപ്പോൾ, മാർട്ടിൻ ഒഡെഗാർഡിനെ മേടിച്ച പോലെ തന്നെ ചെറിയ പ്രായത്തിൽ മേടിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇവനൊന്നും അവിടെ പോയി നശിക്കും, ഇവന് വേറൊരു ടീമിൽ പോയിട്ട് വളർന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ പോരെ എന്നൊക്കെ ചർച്ച വന്നെങ്കിലും ഐ തിങ്ക് ആർഡ ഗുലർ ഹാസ് മേഡ് എ പ്ലേസ് ഓൺ ഹിസ് ഓൺ. ഈ ഒരു എന്താ പറയാ, ഒരു റയൽ മാഡ്രിഡിന്റെ ഒരു ഡിഫിക്കൽട്ട് സീസണിൽ തിളങ്ങി നിന്ന പ്ലെയർ, എംബാപ്പയോടൊപ്പം തന്നെ തിളങ്ങി നിന്ന ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ വാൽവെർഡെ ഉണ്ട് പ്ലെയർ ആർഡ ഗുലർ ആണ്. ആൻഡ് ഐ തിങ്ക് ഹീസ് ലിവിംഗ് അപ് ടു വാട്ട് ഹി വാസ് പീപ്പിൾ ഒരു പ്രോഡജി എന്ന സമയത്ത് ആർഡ ഗുലറെ കുറിച്ച് പറഞ്ഞതിനെ ഈസ് ആബ്സല്യൂട്ട്ലി ലിവിംഗ് അപ് ടു ഇറ്റ്. സോ ഈ ഒരു പുള്ളിയുടെ ഒരു ഫസ്റ്റ് വേൾഡ് കപ്പ് ആണിത്. ഐ തിങ്ക് ആർഡ ഗുലർ വിൽ മേക്ക് എ മാർക്ക് ഇൻ ദിസ് വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുർക്കിയെ ഈ ഒരു ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത്. ഈസി ഗ്രൂപ്പാണ്, നല്ല കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. യിൽഡിസും കലഹോഗ്ലു ആണോ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ. പ്രൊനൗൺസിയേഷൻ തെറ്റരുതെന്ന് കുറെ പേര് പറയുന്നുണ്ട്, ശ്രമിക്കുന്നില്ല. അതെ, അപ്പൊ യിൽഡിസ് ഉണ്ട്, യിൽഡിസ് എല്ലാവർക്കും അറിയാം. ഡെമിറൽ ഉണ്ട്. But I think this team will be about Arda Güler, അല്ലേ? സ്ക്വാഡിലുണ്ട് പക്ഷെ അല്ലേ? സ്ക്വാഡിലുണ്ട്. എന്താണ് എക്സ്പെക്ടേഷൻ? ഓൺ പേപ്പർ ആക്ച്വലി നല്ല അറ്റാക്കിംഗ് ട്രയോ, ഒരു എന്താ പറയാ, ഒരു സ്ട്രൈക്കറെ മുന്നിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ
എല്ലാം എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഒരുവിധം എല്ലാ തരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 പ്ലേയേഴ്സ് ബാക്കിൽ അവർക്കുണ്ട്. അവിടെ തീരുന്നു അവരുടെ മെയിൻ സ്ട്രെങ്ത് എന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നതിൽ കുറച്ച് കഷ്ടപ്പാട് എന്ന് പറയുന്നത്. പക്ഷെ ആ ഗ്രൂപ്പ് അത്രയും സിമ്പിൾ ആയതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കും. കുറച്ച് അറിയുന്ന പ്ലേയേഴ്സ് പറയാം ഫോർ ആർ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഡെമിറൽ ഉണ്ട്, കബാക്ക് ഉണ്ട്, ഗോൾ കീപ്പർ ആയിട്ട് ബെയിൻഡിയർ ഉണ്ട്, യുണൈറ്റഡിന്റെ കീപ്പർ, പിന്നെ സോയിൻചു ഉണ്ട്, യു ഹാവ് കൊക്കു, യു ഹാവ് അതെ, പിന്നെ ഇൽമാസ്, റോമയുടെ റൈറ്റ് ബാക്ക് ആള് നല്ല നല്ല പ്ലെയർ ആണ്. ഗ്രൂപ്പ് ഒന്ന് പറയോ സുദീപ്? ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പരാഗ്വേ, ഓസ്ട്രേലിയ ഈ ടീമുകളാണ്. അവർക്ക് ഈസി ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാൻ പറ്റും. ടീമില്ലെങ്കിലും ഈ ഗ്രൂപ്പിൽ ഞാൻ തുർക്കിയും പരാഗ്വേയും കയറിപ്പോട്ടെ. എനിക്ക് തുർക്കിയുടെ ഈ സ്ക്വാഡ് കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോന്റെ ഒരു സ്ക്വാഡുമായിട്ട് വളരെയധികം സാമ്യത, നോട്ട് ബൈ പേഴ്സണൽ, അത് അങ്ങനെ ഒരു റൺ തുർക്കിക്ക് ഈ വേൾഡ് കപ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെതർ പ്രശ്നം വരില്ല, എസ്പെഷ്യലി തുർക്കി പ്ലേയേഴ്സിന് വെതർ ഒരു പ്രശ്നമായി വരാൻ സാധ്യതയില്ല. തുർക്കിന്റെ സപ്പോർട്ട് ഇസ് ഇൻക്രെഡിബിൾ. നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ ഈ ടീംസ് ഒക്കെ നമ്മൾ അവേ തുർക്കിയിൽ പോകുമ്പോൾ ഉള്ള അവസ്ഥ, ഗാലറ്റാസറൈ ആണെങ്കിലും ഫെനബാഷെ ആണെങ്കിലും നമ്മുടെ ബെഷിക്ടാസ് ആണെങ്കിലും നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ആ അറ്റ്മോസ്ഫിയർ തുർക്കിക്ക് ഒരുപാട് ടർക്കിഷ് ആൾക്കാര് എന്താണ് US ഉണ്ട്. ആൻഡ് ടർക്കി ഈസ് എ ഫ്ലേവർ അല്ലെ. തുർക്കി വരുമ്പോ അവരുടെ ഒരു കൾച്ചർ, റെഡ് കളർ, ടർക്കിഷ് ഫുഡ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ഇപ്പൊ സുദീപ് നേരത്തെ പറഞ്ഞ പോലെ ഈ നോർഡിക് കൾച്ചർ ഐസ്ലൻഡും നോർവേയും കൊണ്ടുവന്ന പോലെ തുർക്കി അവരുടെ ഒരു ഫ്ലേവർ ഈ വേൾഡ് കപ്പിൽ കൊണ്ടുവരും. ഗാലറികൾ ചുവപ്പിൽ മുങ്ങും. അപ്പോ ഈ ഗ്രൂപ്പിൽ എന്റെ ഒരു ഇത് പ്രകാരം തുർക്കി വിൽ ടോപ്പ് ദ ഗ്രൂപ്പ്. ഐ തിങ്ക് തുർക്കി വിൽ ടോപ്പ് ദ ഗ്രൂപ്പ്. എന്റെ ആഗ്രഹം കേട്ടോ, തുർക്കി വിൽ ടോപ്പ് ദ ഗ്രൂപ്പ്. ആൻഡ് ശരിക്കും നമ്മുടെ ഈ ഒരു സീരീസിന്റെ ഡാർക്ക് ഹോർസസ് എന്നുള്ള ടാഗ് ഏറ്റവും അനുയോജ്യമായ ഒരു ടീം തുർക്കിയും കൂടി ആയിരിക്കും. സുദീപ് എന്തെങ്കിലും പറയണ്ടോ? യെസ്, ഒരു കാര്യം നമ്മൾ ഈ ജർമ്മനിയുടെ ഒക്കെ പറഞ്ഞതായിട്ട് ഭയങ്കര കമ്പാരിസൺ തോന്നി. ഒരു രണ്ട് കാര്യങ്ങളാണ്. ജർമ്മനിയുടെ കീ ആയിട്ടുള്ള 2 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് മുസിയാലിയും വേർഡ്സും. ആ വേർഡ്സിന്റെ അതുപോലെ തന്നെയാണ് ഈ തുർക്കിയില് അവരുടെ ആർഡ ഗൂളർ ആയാലും കെനൻ യിൽഡീസ് ആയാലും ആ അറ്റാക്കിങ്ങിൽ, അതുപോലെ ആ ഫ്രണ്ടില് 2 സൈഡിലായിട്ട് അവരും കീ പ്ലേയേഴ്സ് ആണ്. നല്ല രസമുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. അതിനെ സപ്പോർട്ട് ചെയ്തത് മിഡ്ഫീൽഡ് ഉണ്ട്. പിന്നെ മാത്രമല്ല ജർമ്മനിയുടെ പോലെ നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ അവർ കളിക്കുന്നത്. ആ മാക്സിമം ആ അറ്റാക്കിംഗ് സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അറ്റാക്ക് ചെയ്ത് കളിക്കും. അപ്പൊ ഇവരുടെ ഈ കൾച്ചറും ഇതൊക്കെ മാത്രമല്ല, ഇവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കണം കാണാൻ നല്ല രസമാണ്. അതിന് പറ്റിയ ഗ്രൂപ്പാണ്. ഇപ്പൊ ഇവരുടെ മാച്ചൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഈ പ്ലേയേഴ്സിന്റെ സ്കില്ലും എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ എന്തായാലും നിങ്ങള് തുർക്കിയുടെ മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം. നല്ല രസമുള്ള കളി. സുദീപ് ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എനിക്കറിയില്ല, പക്ഷെ ഇഫ് ഐ എം നോട്ട് റോങ്, യിൽഡിസും വേർഡ്സും മുസിയാല ഒരേ ബാച്ചാണ്. ഈ യിൽഡിസ് ഇസ് ആക്ച്വലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ജർമ്മനി. ഈ ടർക്കിക്കും ജർമ്മനിക്കും ഭയങ്കര ക്ലോസ് ഒരു കണക്ഷൻ ഉള്ള ഇതാണ്. നമുക്ക് മെസിറ്റ് ഊസിലാണെങ്കിലും എംറെ ചാൻ ആണെങ്കിലും ഒരുപാട് കൾച്ചറൽ എക്സ്ചേഞ്ച് വരുന്ന ഒരു രാജ്യമാണ് ജർമ്മനിയും തുർക്കിയും. അപ്പൊ ഈ യിൽഡിസ് വാസ് ആക്ച്വലി പാർട്ട് ഓഫ് ആ ഒരു under-19 under-10 ബാച്ച് എന്നാണ് എന്റെ ഓർമ്മ. പീപ്പിൾ can correct me if I'm wrong. മുസിയാല പക്ഷെ ഇവിടെ അല്ലായിരുന്നോ? ഇംഗ്ലണ്ടിലായിരുന്നു സമയത്ത്. ഓക്കെ റൈറ്റ്. സോ ബട്ട് ഐ തിങ്ക് ആ ഒരു ജർമ്മനിക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിൽ യിൽഡിസ് ഉണ്ട്. I remember reading it somewhere that a player that Germany lost. So നോക്കാം, നമുക്ക് എന്തായാലും തുർക്കിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ നമ്മൾ കാണുന്ന ഡാർക്ക് ഹോഴ്സസ്, അല്ലെങ്കിൽ what do you call that, അണ്ടർഡോഗ്സ് പറയുന്നത്. ഈ ഒരു
എന്താ പറയാ യൂറോപ്യൻ സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായം ഏറ്റവും കൂടുതൽ ചാൻസ് ഏറ്റവും മുന്നോട്ട് പോകാൻ അക്കോർഡിംഗ് ടു മീ ഇസ് ക്രൊയേഷ്യ, then probably Norway, then probably Turkey, and then Belgium, you never know. എന്റെ സ്വീഡൻ ആണ് എനിക്ക് ഇതിലൊരു ഏറ്റവും വീക്കായ ടീമായി തോന്നുന്നത് നമ്മൾ ചർച്ച ചെയ്തില്ല അല്ലെ? ഇതുവരെ ചർച്ച ചെയ്തില്ല. ഓബിൻ ക്രൊയേഷ്യക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല. സ്വീഡന്റെ മേലെ ആഫ്രിക്കയിലെയും മറ്റു രാജ്യങ്ങളും നമ്മൾ പറഞ്ഞില്ല ജസ്റ്റ് അതിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, പിന്നെ അതിൽ കോമ്പീറ്റ് ചെയ്യണത് ബോസ്നിയ ഉണ്ട്, ചെക്കിയ, സ്കോട്ട്ലൻഡ്, ഓസ്ട്രിയ. ഈ ടീമുകൾ, ഇത്രയും ടീമുകളും കൂടി യൂറോപ്പിൽ നിന്ന് വരുന്നത്. നമ്മളിതിൽ പെടുത്തിയില്ല, പക്ഷെ സ്വിറ്റ്സർലാൻഡിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതിലാണ് ഈ പറഞ്ഞ സ്ക്വാഡുകളിൽ കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉള്ളത്. സാക്ക ഉണ്ട്, അക്കഞ്ഞി, സക്കറിയ, എംബോളോ, എൻഡോയെ, ഒക്കഫർ, റിക്കാർഡോ റോഡ്രിഗസ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. അവര് നമ്മള് ബോസ്നിയയിലാണെങ്കിൽ യു ഹാവ് എഡിൻ ജെക്കോ, പുള്ളി ലാസ്റ്റ് വേൾഡ് കപ്പ് ആണ് 40 വയസ്സായി. ഇത് പറയുമ്പോ പക്ഷെ നമ്മള് സ്കോട്ട്ലൻഡിനെ കുറിച്ച് പറയാണ്ട് പോകരുതല്ലോ, നമ്മുടെ സ്വന്തം പ്ലെയർ അതിലുണ്ട്. എക്സ് പ്ലെയർ, എക്സ് ആവാനായിട്ടില്ല, ഈ മാസം അവസാനം വരെ ഉണ്ട്. ആള് മാത്രല്ല ആൻഡ്രൂ റോബർട്ട്സൺ ഉണ്ട് ഓഫ് കോഴ്സ്, പിന്നെ നെപ്പോളിയുടെ സ്റ്റാർ പ്ലെയർ സ്കോട്ട് മക്ടോമിനി ഉണ്ട്, പിന്നെ ആസ്റ്റൺ വില്ലയുടെ ടിറനി, ചേ ആഡംസ്, ബില്ലി ഗിൽമോർ. സ്കോട്ട്ലൻഡ് അത്യാവശ്യം പ്രീമിയർ ലീഗിൽ ഇവര് കളിക്കുന്നോണ്ട് അറിയുന്നോണ്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കോട്ട്ലൻഡ് ഐ ഡോണ്ട് തിങ്ക് അവരെവിടെ എത്തൂല, കാരണം ബ്രസീൽ മൊറോക്കോ ഉള്ള ഗ്രൂപ്പിലാണ് സ്കോട്ട്ലൻഡ് ഉള്ളത്. അപ്പം അവർക്ക് മുന്നോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മളിവരെ കുറിച്ച് പറയണു അത്രേ ഉള്ളൂ. പിന്നെ ചെക്കിയയില് പാട്രിക് ഷിക്ക് ഉണ്ട്, തോമസ് സോസെക് വെസ്റ്റ് ഹാമിന്റെ കൂടെ റെലഗേറ്റഡ് ആയിപ്പോ, കൗഫാൽ ഉണ്ട് പഴയ വെസ്റ്റ് ഹാം പ്ലെയർ. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് അവർക്കുണ്ട്. അങ്ങനെ കുറച്ച് ടീമുകളും കൂടി ഉണ്ട്, പക്ഷെ ഇവരെയൊന്നും നമ്മൾ അങ്ങനെ ഓരോ ഇതിലേക്ക് കണക്കാക്കിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. എന്റെ ആഗ്രഹം എന്താ അറിയോ, ഇവരൊക്കെയും ഡാർക്ക് ഹോഴ്സ് ആയി വരണം, എന്നാലേ വേൾഡ് കപ്പ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഒരു ചെക്കിയന്റെ ഒരു റണ്ണോ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിന്റെ മെക്കിൻ റോബർട്ട്സിനെ കൊണ്ട് റണ്ണോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ മോർ ഫൺ. സ്വിറ്റ്സർലൻഡ് ഓൾവേസ് ഡസ് വെൽ. ഈ പറഞ്ഞ ടീമുകളിൽ സ്വിറ്റ്സർലൻഡിനാണ് ചാൻസ് അങ്ങനെ വരാൻ. എംബോളോ, യെസ്. ഓക്കെ, വിൽ മൂവ് ഓൺ ടു അമേരിക്കാസ് നൗ. ഓക്കെ, നമുക്ക് അമേരിക്കയിലോട്ട് പോവാം. അമേരിക്കാസ് അധികം ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? ഓക്കെ, അത് ഏത് അമേരിക്കയിലേക്ക് പോകുന്നതിനനുസരിച്ചിരിക്കും. നമ്മള് അമേരിക്ക വേൾഡ് കപ്പിന്റെ കോ ഹോസ്റ്റ് മെക്സിക്കോനെ ട്രാൻസിഷനെ കുറിച്ച് സ്വരൂപ് ഇന്നലെ രാത്രി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ കൂട്ടത്തില് നമ്മളിപ്പം ഞാനുണ്ട്, ഗണേശനുണ്ട്, സ്വരൂപ് ഉണ്ട്, അജ്മൽ വരാറുണ്ട് ഇടയ്ക്ക്, ഓബിനുണ്ട്. ഈ ഗ്രൂപ്പിൽ ശരിക്കും ഒഫീഷ്യൽ കോച്ചിങ് ലൈസൻസ് ഉള്ള ഒരാള് ശരിക്കും സ്വരൂപാണ്. അപ്പോ ഈ ഗ്രൂപ്പത്തിൽ ഫുട്ബോളിനെ കുറിച്ച് ശരിക്കും ആധികാരികമായി പറയാൻ അവകാശമുള്ള സ്വരൂപ് തന്നെയാണ്. സ്വരൂപ് ട്രെയിൻ ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ലെറ്റ്സ് മൂവ് ഓൺ ടു മെക്സിക്കോ. മെക്സിക്കോനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പ്ലെയർ ആണ് മാർക്കേസ് ആണ് എപ്പോഴും മെക്സിക്കോ. പിന്നെ രണ്ടാമത്തെ ചിച്ചറിറ്റോ, പിന്നെ ഉള്ളത് നമ്മുടെ ആർസനലിൽ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന പേര് വരുന്നില്ല, കാർലോസ് വെല അല്ലേ? കാർലോസ് വെല. ഓക്കെ, ഞാൻ ആർസനലിൽ പണ്ട് അടിച്ച ആ ഒരു ഗോൾ അല്ലാണ്ട് വേറെ സാധനം എനിക്ക് ഓർമ്മയില്ല. ഇവരൊരാളെ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത എത്ര ഫുട്ബോളിംഗ് ഡേറ്റ കിടപ്പുണ്ട്. മെക്സിക്കോ എന്ന് പറയുമ്പോൾ നീ 3 പേര് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇതല്ല. മെക്സിക്കോ എന്ന് പറയുമ്പോൾ മെക്സിക്കോന്റെ ഗോൾ കീപ്പർ ആണ്. വേൾഡ് കപ്പിൽ വരുന്നു പോകുന്നു, അടുത്ത വേൾഡ് കപ്പിൽ വരുന്നു പോകുന്നു. മെക്സിക്കോന്റെ പ്രോസ്പെക്ട്സ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് നമുക്ക് പറയാം. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഗ്രൂപ്പ് ടു ബി ഇൻ ഫോർ ദം. എസ്പെഷ്യലി അവർ ഹോമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ
അവർക്ക് നോക്കൌട്ടിലേക്ക് പുഷ്പം പോലെ എത്താൻ പറ്റും എന്ന് നമുക്ക് പറയാം. കാരണം ഒന്നാമത് ക്രൗഡ് സപ്പോർട്ട്, ഇൻക്രെഡിബിൾ ക്രൗഡ് സപ്പോർട്ട് ഉണ്ടാവും. ആൻഡ് അവരുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇസ് വെരി അത്ര അറ്റാക്കിംഗ് ഒന്നല്ല. ഒരു ബാലൻസ്ഡ് ടീമാണ്. എഡ്സൺ ആൽവറേസ് എല്ലാവർക്കും അറിയാം, പ്രീമിയർ ലീഗ് കളിച്ച പ്ലെയർ ആണ്. റൗൾ ഹിമേനസ് എല്ലാവർക്കും അറിയാവുന്ന പ്ലെയർ ആണ്. പിന്നെ നമ്മുടെ സാക്ഷാൽ ഒച്ചോവ. സോ ഹോം അഡ്വാൻറ്റേജ്, ഡീസന്റ് ഗ്രൂപ്പ്. അവരൊരു ക്വാർട്ടർ ഫൈനൽ വീണ്ടും നമ്മുടെ എണ്ണിയാൽ തീരാത്ത ക്വാർട്ടർ ഫൈനലിസ്റ്റുകളിൽ ഒരാളെ കൂടി ആഡ് ചെയ്യുന്നു. മെക്സിക്കോ എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഡാർക്ക് ഹോർസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെക്സിക്കോ വിൽ ബി എ ഡാർക്ക് ഹോഴ്സ് ഇഫ് ദേ മേക്ക് ഇറ്റ് ടു സെമീസ്. ഈ 2002 വേൾഡ് കപ്പിൽ നമ്മുടെ സൗത്ത് കൊറിയ എത്തിയ പോലെ, തുർക്കി എത്തിയ പോലെ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോ എത്തിയ പോലെ അങ്ങനെ കയറി പോവാൻ സാധ്യതയുള്ള ഒരു ടീമാണ് മെക്സിക്കോ. പ്യുവർലി ബിക്കോസ് ഓഫ് അവർ ഹോസ്റ്റ് ആയതുകൊണ്ട്. നോക്കൌട്ട് സ്റ്റേജ് US-ലാണ് മൊത്തം നടക്കുന്നത്. പക്ഷെ അവിടെ മെക്സിക്കോക്കാരുടെ പഞ്ഞമില്ല, നമുക്കറിയാം. സോ ട്രംപിന്റെ പ്രശ്നം യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ കഴിഞ്ഞ ദിവസം പോർച്ചുഗലിന്റെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. സിംസൺസ് കാർട്ടൂൺ അവര് പ്രഡിക്ട് ചെയ്തേക്കണ അവരുടെ കാർട്ടൂണില് മെക്സിക്കോ വേഴ്സസ് പോർച്ചുഗലാണ് ഫൈനല്. അതിൽ പോർച്ചുഗൽ ജയിക്കുന്നതാണ് അതിലുള്ളത്. പക്ഷെ അത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അവരുടെ പല പ്രഡിക്ഷൻസ് കറക്റ്റ് ആയി വരുന്ന ഒരു സംഭവമുണ്ട്. ഇത് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം. ഞാൻ സെമി അല്ലെങ്കിൽ ഈവൻ മെക്സിക്കോ ഫൈനലിൽ എത്തുന്നവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. മെക്സിക്കോ ഒന്ന് പറഞ്ഞ പോലെ ക്രൗഡ് സപ്പോർട്ടിന്റെ കാര്യം, ക്രൗഡ് സപ്പോർട്ട് അല്ല, അത് മാത്രല്ല അവര് വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോ അവരുടെ ടീം, അവരുടെ മെക്സിക്കൻ ലീഗ് അത്യാവശ്യം മോശമുള്ള ലീഗൊന്നുമല്ല. മെക്സിക്കോയിലെ ക്ലബ് ഫുട്ബോളൊക്കെ അവിടെ പല പ്ലേയേഴ്സും MLS പോകുന്ന പോലെ അങ്ങോട്ട് പോകുന്ന പ്ലേയേഴ്സ് ഉണ്ട് പലരും. അവരുടെ ലീഗിന്റെ ഒരു ക്വാളിറ്റി അവരുടെ സ്ക്വാഡിനുണ്ട്. കാരണം നമ്മൾ ചില പ്ലേയേഴ്സ് യൂറോപ്പിൽ വന്ന് കളിക്കുന്ന പ്ലേയേഴ്സ് ഇതിൽ കണ്ടുള്ളൂ. ഇപ്പൊ സാന്റിയാഗോ ജിമിനസ് ഉണ്ട് AC മിലാന്റെ, ഫെനർബാഷയിലാണ് ഇപ്പൊ എഡ്സൺ അൽവാരസ്, അതുപോലെ യോഹൻ വെസ്ക്വസ്, റാവുൾ ജിമിനസ് ഇപ്പോ ഫുള്ളാമായിരുന്നു, ഇപ്പൊ മറ്റേ ഫ്രീ ഏജന്റായി വുൾസിൽ പോയി. ബാക്കി ഒരു പ്ലേയേഴ്സ് ഒക്കെ അവര് മെക്സിക്കോയിൽ തന്നെയാണ് കളിക്കുന്നത്. അവർക്ക് ആ ഒരു ടീമായിട്ട് കളിക്കാൻ കുറച്ചും കൂടി എളുപ്പം. അവർ അങ്ങനെ കളിച്ച് ശീലിച്ച് വന്നേക്കാണ്. അവരാണെങ്കിൽ കുറച്ച് ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള, എന്നാ ട്രാൻസിഷനിൽ നന്നായിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ടീമാണ്. നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട് അവരുടെ. ആക്ച്വലി ഞാൻ വായിച്ചതാണ്, കണ്ടിട്ടൊന്നുമല്ല പറയണത്. പക്ഷെ മെക്സിക്കോന്റെ സെന്റർ ബാക്സ് രണ്ടുപേരും കിഡിലൻ പ്ലേയേഴ്സ് ആണെന്ന് പറയുന്നത്. അവർ യൂറോപ്പിലൊന്നല്ല കളിക്കുന്നത്, അവിടെ കളിക്കുന്നവരാണ്. അവര് കിഡിലൻ പ്ലേയേഴ്സ് ആണ്. ആ ഡിഫൻസിന്റെ മുമ്പിൽ എഡ്സൺ അൽവാരസ് ഉണ്ട്. സോളിഡ് ഡിഫൻസ് ഉണ്ട്, സോളിഡ് അറ്റാക്ക് ഉണ്ട്, ക്രൗഡ് സപ്പോർട്ട്, ക്ലൈമറ്റിന്റെ ബെനിഫിറ്റ്സ് എല്ലാം നോക്കുമ്പോ അവർക്ക് ഹോസ്റ്റ് നേഷന്റെ ഒരു സപ്പോർട്ടും എല്ലാം നോക്കുമ്പോ അവർക്ക് ചാൻസ് ഉണ്ട്. ആക്ച്വലി അവര് ശരിക്ക് ഒരു അണ്ടർ ഡോഗ് ആണ്. ഈവൻ പല ടീമുകളെയും, പല യൂറോപ്യൻ ടീമുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവര് പൊട്ടിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. ഫൈനലിലെത്തി അത്ഭുതപ്പെടണം. അതാണ് എനിക്ക് മൊറോക്കോ കാര്യം പറഞ്ഞ പോലെ അതിലും നല്ല ഒരു ഹിസ്റ്ററി ഉള്ള ടീമാണ് മെക്സിക്കോ. ആ ഒരു ഇതൊക്കെ അവര് കൊണ്ടുവന്ന് അവർക്ക് വേണമെങ്കിൽ പോവാം, ഫൈനൽ വരെ എത്താം. ഇപ്പോ നമ്മൾ ഇതേവരെ ചർച്ച ചെയ്ത ടീംസില് യൂറോപ്പില് കളിക്കാര് കുറവായിട്ട് മീൻസ് സക്സസ് ഉണ്ടാവും എന്ന് ചാൻസ് ഉള്ള ഒരു ടീമാണല്ലോ മെക്സിക്കോ. ബാക്കി പല ടീമുകളിലും കൂടുതലും പ്ലേയേഴ്സും യൂറോപ്പിൽ കളിക്കുന്നവരാ. അപ്പൊ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു വേൾഡ് കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് യൂറോപ്പിലേക്ക് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വന്നേക്കാം. ഇപ്പൊ ഞാൻ ടീം നോക്കിയപ്പോഴാണ് അൾമാൻഡോ ഗോൺസാലസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, 23 വയസ്സേ ഉള്ളൂ. സ്ട്രൈക്കറാണ്. ബട്ട് അവർക്ക് വേണ്ടി എന്തോ വിങ്ങിലാണ് കളിക്കണേ. കാരണം റോൾ എംഎസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണോണ്ട് അയാൾ എന്തായാലും സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതൊരു ചാൻസ് ആയിരിക്കും. കറക്റ്റ് പോയിന്റ്. കാരണം മെക്സിക്കോ നമ്മൾ ശരിക്കും 12th മാൻ ഉള്ള ടീമാണ്. ഈ വേൾഡ് കപ്പിൽ 12th മാൻ ഉള്ള ഒരൊറ്റ ടീം മെക്സിക്കോ മാത്രമേ ഉള്ളൂ. ബാക്കി 2 ഹോസ്റ്റിനും പ്രത്യേകിച്ച് ഫുട്ബോളുമായി ബന്ധമില്ല. അപ്പോ ഫുട്ബോളിംഗ് നേഷനായിട്ട് കാണുന്നത് മെക്സിക്കോ ആണ്. അപ്പോ
എന്തായാലും ആ അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി ലറ്റീനോസ് നമുക്കറിയാം ഭയങ്കര പാഷനറ്റ് ആയ ആൾക്കാരാണ്. സോ ഡോണ്ട് ബി സർപ്രൈസ്ഡ് ഇവരൊരു സർപ്രൈസിങ് റണ്ണിന് പോയാൽ, ലൈക്ക് ഈവൺ ഇഫ് യു ടോക്ക് അബൌട്ട് മെക്സിക്കോ വേഴ്സസ് ലെറ്റസ് സേ ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വീഡനോ അങ്ങനത്തെ യൂറോപ്യൻ ടീംസ് ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു എഡ്ജ് മെക്സിക്കോന് ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. ലെറ്റ് സി, നമുക്കൊരു നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് മെക്സിക്കോ. അടുത്ത ടീമിലേക്ക് ഞാൻ പറയാം, അമേരിക്കൻ വോള് അവിടെ പണിയുന്ന വോള് തകർത്ത് അമേരിക്കയിൽ ചെന്ന് യൂറോപ്യൻ ടീമുകളെ പഞ്ഞിക്കിട്ടുകൊണ്ട് ഒരു ഫൈനലിൽ എന്നുള്ളതാണ്. ഫൈനലിൽ വരുമെന്ന് ഞാൻ എത്തുന്നില്ല. റൗണ്ട് ഓഫ് 32 വരെ എത്തും, റൗണ്ട് ഓഫ് 16 വരെ എത്താൻ പറ്റും. കാരണം അവർക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാലും സപ്പോസ് സെക്കൻഡ് ആവുന്നുള്ള പ്രതീക്ഷയിൽ സെക്കൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബിയിലത്തെ സെക്കൻഡ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ആ ഗ്രൂപ്പ് ബി ഖത്തർ, കാനഡ, ഖത്തർ, കാനഡ, ബോസ്നിയ, സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പൊ സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും ഫസ്റ്റ്, വിച്ച് മീൻസ് ബാക്കി 3 ടീമിനെ കിട്ടിയാലും മെക്സിക്കോക്ക് ജയിക്കാൻ പറ്റും. അതായത് ആ ചൂടത്ത് സ്വിറ്റ്സർലാൻഡ് കളിക്കുന്ന ആലോചിച്ച് നോക്കിയ മെക്സിക്കോയുടെ. അപ്പം അത് ഓക്കെയാണ്. അത് കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16 എത്തുമ്പോൾ അപ്സെറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഹോളണ്ട് ആണ് അവിടെ വരിക. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡൗട്ടാണ്. നെതർലാൻഡ് ഫാൻസ്, മെക്സിക്കോ അറ്റ് ഹോം. ഓക്കെ, നെക്സ്റ്റ് ടീം കേരളത്തിലെ യുവാക്കളെ അരങ്ങൊള്ളിക്കുന്ന ഒരു രാജ്യമാണ് കൊളംബിയ. അപ്പോ എസ്പെഷ്യലി ലൂയിസ് ഡിയാസിന്റെ കളി, ആഹാരമല്ല ഫുട്ബോൾ, ലൂയിസ് ഡിയാസിന്റെ കളി കണ്ട് ഹാവിയർ ഹെർണാണ്ടസിന്റെ കളി കണ്ട് വേൾഡ് കപ്പ് ഓർമ്മകളിൽ ഒരു മെയിൻ ഫീച്ചറാണ് കൊളംബിയ. കൊളംബിയക്ക് നല്ലൊരു ടീമുണ്ട്. കൊളംബിയ ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ദിസ് വേൾഡ് കപ്പ്. അതായത് എനിക്ക് തോന്നുന്നു ബ്രസീലും അർജന്റീനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് സ്ട്രോങ് ടീം എന്ന് പറയുന്നത് കൊളംബിയ തന്നെ ആയിരിക്കും. അവരെ സ്ക്വാഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് സ്ക്വാഡ്. ഒരു സാഡ് സ്റ്റോറിയും, സാഡ് അല്ല എന്നാൽ ഒരു സ്റ്റോറി എന്നുള്ളത് അവരുടെ സ്ട്രൈക്കർ ജോൺ ഡുറാൻ വേൾഡ് കപ്പിൽ ഇല്ല. വൺ ഓഫ് ദ എന്താ പറയാ ഒരു കീ പ്രോട്ടജീസ് ആയിരുന്നു വേൾഡ് ഫുട്ബോളിൽ തന്നെ. പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിൽ 4 ക്ലബിൽ നിന്ന് കളിച്ചെന്ന് തോന്നുന്നു പുള്ളി. അങ്ങനെ പുള്ളിക്ക് വേൾഡ് കപ്പിൽ വരാൻ പറ്റിയില്ല. എന്താണ് ആസ്റ്റൺ വില്ലയിലായിരുന്നു, വലിയ ട്രാൻസ്ഫറിൽ സൗദിയിൽ പോയി, അവിടുന്ന് നേരെ എവിടേക്കോ പോയി. സോ ആ മൊത്തം ഒരു ക്രൈസിസ് ആണ്. എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് പാവം. അപ്പം നമുക്കങ്ങനെ ഞാൻ എപ്പോഴും ഐ എം വെരി എന്താ പറയാ വെരി സോഫ്റ്റ് ഓൺ സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സ്. കാരണം അവരുടെ അപ്ബ്രിങ്ങിങ്ങും അവർ വരുന്ന വഴികളും അവർ ഈ വേൾഡ്സിൽ എത്തുമ്പോഴുള്ള പ്രഷറും ഇസ് ടോട്ടലി ഡിഫറെന്റ് ടു എ യൂറോപ്യൻ ഓർ എന്താ പറയാ ഒരു സോ കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ് വരുന്ന പോലെ അല്ല. അപ്പൊ അവരുടെ ഒരു ലൈഫും മൈൻഡ് സെറ്റും നമുക്കറിയാം. എഡ്രിയാനോയുടെ കഥകളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ലൂയിസ് ഡിയാസ്, വൺ ഓഫ് ദ സ്റ്റാർസ് ഓഫ് ദ ടൂർണമെന്റ്, സ്റ്റാർസ് ഓഫ് ദ നേഷൻ, വൺ ഓഫ് ദ ഹോപ്സ് ഓഫ് ദ നേഷൻ. പിന്നെ നമുക്ക് അറിയുന്ന പ്ലേയേഴ്സ് പറയുകയാണെങ്കിൽ യെറിമീന നമുക്ക് അറിയാം, ഡാനിയൽ മൂന്യോസ് നമുക്കറിയാം, ദെൻ യു ഹാവ് ക്വിൻറ്റേറോ നമുക്കറിയാം, റിച്ചാർഡ് റിയോസ് നമുക്കറിയാം, ജെഫസൺ ലെർമ നമുക്കറിയാം, അഗൈൻ ഹാവിയർ അരിയാസ്, വോൾവ്സിൽ കളിച്ച അരിയാസ് നമുക്കറിയാം. ഐ തിങ്ക് ഐ കവേർഡ് ഓൾമോസ്റ്റ് എവരിബഡി. ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? യൂറോപ്യൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിലും ലൂയിസ് സുവാരസിന് ഇവിടെയും ഓപ്ഷൻ ഉണ്ട്. ലൂയിസ് ക്യാപ്റ്റൻ റോഡ്രിഗസിന് ഒരു വേൾഡ് കപ്പ് അങ്ങനെ പറയാം. പക്ഷെ ആ 2010 നമ്മള് മുന്നേ കണ്ട ഒരു കൈൻഡ് ഓഫ് വണ്ടർ ഗോൾ അങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ വേൾഡ് കപ്പ് മെമ്മറി ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്ലെയർ സോറി മിസ് ആയിട്ടുണ്ട്, ഒസ്പീന. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് നമുക്ക് നോക്കിയാലോ? നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് പറഞ്ഞില്ല. ഗ്രൂപ്പില് പോർച്ചുഗൽ ഉണ്ട്, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ.
അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ സെക്കൻഡ് ആവാം. പിന്നെ അവിടെ നല്ല അഗ്രസീവ് പ്രസ്സിംഗ് ആണ്. നമുക്കറിയാം ലൂയിസ് ഡയാസ് ബയൺ മ്യൂണിക്കിൽ അതുപോലെ തന്നെ കളിക്കണേ. അതേ സ്റ്റൈലിൽ ഇവിടെ കളിക്കാൻ പറ്റും. മിഡ്ഫീൽഡ് നല്ല ഫിസിക്കലാണ്. വിങ്ങിൽ കൂടിയാണ് കൂടുതൽ അറ്റാക്സ് ചെയ്യുക. വെർട്ടിക്കൽ പാസിംഗും ഒക്കെയാണ്. ട്രാൻസിഷനിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈലില് കളിക്കുന്ന ടീമാണ്. നമ്മൾ പറഞ്ഞു ബ്രസീലൊക്കെ ഇപ്പൊ അങ്ങനെ കളിക്കേണ്ടോ സംശയമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കളിക്കുന്ന ടീമാണ് എപ്പോഴും കൊളംബിയ. അപ്പോ മ്യൂനിയോസ് ഒക്കെ നല്ലോണം അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന പ്ലെയർ ആയിരിക്കും. വിങ്ങിലൊക്കെ ഓടി വന്ന് ഗോൾ സ്കോർ ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ. നല്ല അടിപിടി കളിയോ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ നടക്കുകയാണെങ്കിൽ, അതായത് ക്രൊയേഷ്യ സെക്കൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 32 കൊളംബിയ ക്രൊയേഷ്യ ആയിരിക്കും. അതെ, ഞാനൊരു ബ്രാക്കറ്റ് ചലഞ്ച് ചെയ്തപ്പോ അങ്ങനെ വന്നത്. അതോടെ അപ്പൊ ഓക്കെ നോക്കാം. എനിക്ക് ഒരു വീണ്ടും ഒരു അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഫൺ ടു വാച്ച് ഫൺ ടു സീ ഹൗ ദേ ഡു. ഓക്കെ, ഇപ്പം ചില ഫാൻസ് പറയും ബ്രസീലും അർജന്റീനയും കഴിഞ്ഞാൽ കൊളംബിയ അല്ല വേറൊരു ടീമും കൂടി ഉണ്ട്, ഉറുഗ്വേ. ബിയൽസയുടെ ടീമാണ്. ബിയൽസ എല്ലാ ലോക ഫുട്ബോൾ ആരാധകർക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ട് ഒരു ഫുട്ബോൾ കോച്ചാണ്. പല ഫുട്ബോൾ കോച്ചുകാരുടെ ഇപ്പോഴുള്ള ലീഡിംഗ് കോച്ചസിന്റെയും ഗുരുവാണ്. ഫുട്ബോളിനെ ഫുട്ബോളായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എഗ്രസീവ്, ഫാസ്റ്റ് പേസ്ഡ്, ഹൈ ഇന്റൻസിറ്റി, എല്ലാം ഹൈ ടെമ്പോ. എന്താ പറയാ, ഈ ചൂടത്ത് എങ്ങനെ കളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഫെഡറിക്കോ വെൽവെർഡെ, ഡാർവിൻ ന്യൂനേസ്, എക്സലന്റ് സ്ക്വാഡ് ആണ്. എന്താണ് പ്രഡിക്ഷൻ? അല്ല എന്താണ് വാട്ട് യു ഫീൽ? ഇവർക്ക് സെക്കൻഡ് എത്താം, അതിൽ ഡൗട്ടില്ല ഈ ഗ്രൂപ്പില്. എന്റെ ഇതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയൽസ ആണ് മാനേജർ. അച്ഛങ്ങ ഇവരെ കൊണ്ട് ഈ 90 മിനിറ്റ്സ് എങ്ങാനും ഓടിക്കോ നിർത്തണ്ടെന്നിട്ട് പറഞ്ഞാല് ആദ്യത്തെ 3 കളി ഉണ്ടാവുമായിരിക്കും ആ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നവരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പോയിട്ട് നടക്കാൻ പോലുള്ള ശേഷി ഉണ്ടാവോ ബാക്കി ഉണ്ടാവോന്ന് അറിയില്ല. രണ്ടാക്കൊഴികെ ഡാർവിൻ ന്യൂനസ് ഓടും, പിന്നെ വാൽവെർഡെ ഓടും. അവർക്ക് രണ്ടാക്കും അതിനുള്ള ശേഷി ബാക്കി ഉണ്ടാവും. എനിക്ക് ബാക്കിയുള്ളവർ തീരാൻ ചാൻസ് ഉണ്ട് ഈ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോഴേക്കെന്നെ. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കാര്യമായിട്ടൊന്നും ഇല്ല. കാരണം അവർക്ക് കിട്ടാൻ പോകുന്നത് സെക്കൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അർജന്റീനയാണ്. അർജന്റീനയെ ക്വാളിഫയേഴ്സിൽ തോൽപ്പിച്ചൊരു ടീമാണ് ഉറുഗ്വേ. ബിയൽസയുടെ കീഴിൽ ഇപ്പൊ തിരിച്ചാണല്ലോ. യെസ്, കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഫാക്കുണ്ടോ പെലിസ്ട്രി അറിയുണ്ടാവും, പ്രീമിയർ ലീഗ് ഫാൻസിന് അറിയാം. ബെൻടക്കോർ, എമിലിയാനോ മാർട്ടീനസ്, അതല്ല വേറെ പാൽമേരസിൽ കളിക്കുന്ന എമിലിയാനോ മാർട്ടീനസ്. മാനുവൽ ഉഗാർട്ട ഞാൻ പറഞ്ഞു. ജോസെ മരിയ ഹിമേനസ് അത്ലറ്റിക്കോ മാഡ്രിഡിലെ പ്ലെയർ ഉണ്ട്. സാന്റിയാഗോ ബുവേനോ വുൾസ് കളിക്കുന്ന പ്ലെയർ ഉണ്ട്. മാറ്റിയാസ് ഒലിവേറ നാപ്പോളി. ഐ തിങ്ക് നല്ല സ്ക്വാഡാണ്. കവാനി, സുവാരസ് കഴിഞ്ഞ് ആ സ്ട്രൈക്ക് ഡിയോ അല്ലെങ്കിൽ ആ ഒരു പേരെ കഴിഞ്ഞിട്ട് ഗോൾ അടിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്ത ലെവേസി അർജന്റീന, ബട്ട് ഗോൾ അടിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സ്ക്വാഡാണിത്. ആരടിക്കും? ഡാർവിൻ നൂനേസ് അൽ ഹിലാല് വരെ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വേൾഡ് കപ്പ് അവൻ ഓടും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. മറ്റേ അൺസ്ക്രിപ്റ്റഡ് കയോസ് ഇല്ലേ, അതായിരിക്കും. ഗോൾ ആരടിക്കും? ആ പാവത്തിന് ഡിഫെൻഡും ചെയ്യണം, മിഡ്ഫീൽഡിൽ നിൽക്കണം, ഗോളും അടിക്കണം. ഇനി വരെ ഗോൾ കീപ്പർ നിൽക്കാനേ ബാക്കിയുള്ളൂ. ഡാർവിൻ ഗോൾ അടിക്കും. ഡാർവിൻ ന്യൂനസിന്റെ തിരിച്ചുവരവായിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഇപ്പൊ ഡാർവിന്റെ കേസ് പറഞ്ഞില്ലേ, ഡാർവിൻ ഫ്രീ കോൺട്രാക്ട് അവിടെ എന്തോ ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ ചെയ്തൂലേ. അപ്പൊ ഇത് ഒരു എക്സൈറ്റിംഗ് വേൾഡ് കപ്പ് തന്നെയാണ്. ആ കൂടെ സംബന്ധിച്ച ഡാർവിൻ ന്യൂനസ് സാധാ ഗോൾ അടിക്കാൻ അറിയില്ലെന്നല്ലോ, മറ്റേ വേൾഡ് ക്ലാസ് സ്ട്രൈക്ക് ഏതെങ്കിലും ഉണ്ടാവുമായിരിക്കും, ഏതെങ്കിലും കോർണറിലേക്കുള്ള ആ സാധനം. പക്ഷെ അതിന്റെ അപ്പുറം അതുകൊണ്ട് ഒരു കളി പോകാൻ പറ്റുമായിരിക്കും, അതിന് കൂടുതൽ പറ്റില്ല. എവിടെ എത്തും ഉറുഗ്വേ? ക്വാർട്ടർ ഫൈനൽ പറയരുത് പ്ലീസ്. റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16 എത്താം. അത്ര ഞാൻ പോവാനും റൗണ്ട് ഓഫ് 16 ഇപ്പൊ 32 ഉണ്ടല്ലോ. അടുത്ത റൗണ്ടിലേക്ക് എത്തും, അത്രേ പറയാം. അർജന്റീന പുറത്ത്.
നോക്കാം. ഒരു ടീമും കൂടി പറയാം നമുക്ക്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള, എനിക്ക് തോന്നുന്നു സുദീപ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ഇക്വഡോർ. മോയ്സസ് കൈസേഡോയുടെ, പിയറോ ഹിൻകാപ്പിയുടെ, കെൻട്രി പായസ് പുതിയ സ്റ്റാറാന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കളി. വില്യൻ പാച്ചോ ഉണ്ട്. ഇക്വഡോറിനെ കുറിച്ച് എപ്പോൾ പറയുമ്പോഴും ഇക്വഡോറിന്റെ എല്ലാ ടീമുകൾക്കും ക്വാളിഫയേഴ്സ്, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ ടൈമിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ പോയി കളിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥലമാണ് ഇക്വഡോർ. എസ്പെഷ്യലി അവരുടെ ഈ ഹൈറ്റും സീ ലെവലും പ്രശ്നങ്ങളും കാരണം. നല്ല ഫിസിക്കലി പവർഫുൾ സ്ക്വാഡാണ്. ഒരു ഡാർക്ക് ഹോഴ്സിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്ന, അണ്ടർ ഡോഗ് ഉൾപ്പെടുത്താവുന്ന ഒരു ടീമാണ്. സോ എക്വഡോറിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജർമ്മനി, കുറസാവോ, ഐവറി കോസ്റ്റ്. ഇതിൽ കുറസാവോനെ ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റും. ഐവറി കോസ്റ്റുമായി ഒരു ഡ്രോ പിടിക്കാൻ പറ്റിയാൽ, ഐവറി ഇപ്പൊ സുദീപ് കഴിഞ്ഞ ഐവറി കോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐവറി കോസ്റ്റിന്റെ അറ്റാക്കിംഗ് ടീമും നല്ല മാച്ച് ആയിരിക്കും അല്ലെ. നമ്മളിപ്പം ചിലപ്പോ നമ്മളിങ്ങനെ കാണുമ്പോ അയ്യോ ഐവറി കോസ്റ്റ് ഇക്വഡോർ തോന്നുന്നു. പക്ഷെ ആ ഗെയിം, അതായത് ഇക്വഡോറിന്റെ രണ്ട് ടീമും നല്ല ഫിസിക്കലി സ്ട്രോങ് ആയ ടീംസ് തമ്മിൽ നല്ലൊരു മാച്ച് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ആ മാച്ചിന്റെ റിസൾട്ടിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ആരാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു തീരുമാനം വരുന്നത്. അങ്ങനത്തെ ഒരുപാട് മാച്ചസ് ഈ വേൾഡ് കപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എന്താണ് ഇക്വഡോറിന്റെ ഒരു പോക്കിനെ കുറിച്ച് പറയാനുള്ളത്? എവിടെ വരെ പോകും? വേൾഡ് കപ്പിന് പറ്റിയ ഒരു ടീമാണ്. അതായത് ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള, വേണമെങ്കിൽ ഒരു ഇപ്പൊ അവർക്കൊക്കെ എന്താ ആർസണലൊക്കെ ചെയ്യുന്നില്ലേ, ആർസണൽ ഈ സീസൺ ലീഗ് അടിച്ച് ആ കൈൻഡ് ഓഫ് ഡിഫെൻസീവ് ടൈറ്റ്നസ് ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഗോൾ അടിക്കുക, ഷട്ട് ഔട്ട് ചെയ്യുക, വീണ്ടും അടുത്ത കളിയിലും ഒരു ഗോളൊക്കെ നിൽക്കുകയും ചെയ്യുക, വീണ്ടും ഷട്ട് ഔട്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഈവൻ ജർമ്മനീനെ തോൽപ്പിക്കാൻ വരെയുള്ള ഓൺ ദിയർ ഡേ ജർമ്മനിയെ തോൽപ്പിച്ച് വേണമെങ്കിൽ ഗ്രൂപ്പ് ടോപ്പർ ആവാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഡിഫെൻസീവ് അത്ര നല്ലതാണ്. പക്ഷെ അതിനുശേഷം ഇത് ബ്രേക്ക് ആയാൽ, ഡിഫെൻസീവ് ബ്രേക്ക് ആയാൽ, അത് ഒരു ഗോൾ ആദ്യം കൺസീഡ് ചെയ്താൽ 2 എണ്ണം അടിക്കാൻ മാത്രമുള്ള സ്ട്രൈക്ക് ഫോഴ്സ് അവർക്കില്ല. അവിടെയാണ് ഇവര് തകരാൻ പോകുന്നത്. യെസ്, എനിക്കും തോന്നുന്നതാണ്. ഒരു റൗണ്ട് ഓഫ് 32 കയറിയാൽ അവിടെ ആയിരിക്കും. അഗൈൻ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അവർ മുന്നോട്ട് പോയാൽ ഡാർക്ക് ഹോഴ്സ് പറയാൻ പറ്റും. സ്വരൂപ് പറയണം. ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്ന ഒരുപാട് മാറിയാണ് ചിന്തിക്കണേ. കാരണം ഇവരുടെ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി വെച്ചിട്ട് ഞാൻ മേ ബി സർപ്രൈസ് ചെയ്യണ ഒരു ടീമാവും ഇത്. ഇവര് സെമിയിലെത്തും. യെസ്, ഇവരെ ഞാൻ സെമിയിലേക്ക് കൊണ്ടുപോവാ. ഇവർക്ക് ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ ആ ഡിഫെൻസീവ് സ്ട്രക്ചർ ആണ്. അത്ര ക്വാളിറ്റി സെൻട്രൽ ബാക്സ് ഉണ്ട്. പിന്നെ അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു നല്ലൊരു ടോപ്പ് ക്ലാസ് DM ഉണ്ട്. അവർക്ക് ഈ വെച്ചിട്ട് വേൾഡ് ക്ലാസ് എലൈറ്റ്, ആ ഡിഫൻസ് തന്നെ എലൈറ്റ് ആണ് ശരിക്കും. അപ്പൊ ആ ടീം അല്ല, ഈ ഓഡിയൻസിന്റെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഡിഫൻസ് ഒന്ന് വായിക്കാം. ഹിൻകാപ്പിയെ, ഒർഡോനേസ്, വില്യൻ പാച്ചോ, എസ്റ്റുപിനിയാൻ. Not many teams can boast ആ ഒരു ക്വാളിറ്റി ബാക്ക് ഫോർ. And Casado in front of them. And Casado, അതന്നെ. അപ്പൊ ഇവരുടെ സ്ക്വാഡിന്റെ ക്വാളിറ്റിക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ടെന്ന് പറയുന്നില്ല, ഇവർക്ക് സെമി എത്താനുള്ള ടീമുണ്ട്. അവരെത്തുമെന്ന് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നു. ഒരുപാട് പ്രീമിയർ ലീഗ് ടീംസും ടോപ്പ് ടീംസും ഈ ഓർഗനൈസറിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമ്മറിൽ യു ക്യാൻ സീ ഹിം മേക്ക് എ ബിഗ് മൂവ്. നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ പേര് നിങ്ങൾക്ക് എന്തായാലും അതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുകളിൽ ഒന്നാണ് ഇക്വഡോർ. ഇക്വഡോർ എന്തായാലും സെമിയിൽ എത്തും എന്നുള്ളത് ഞാൻ കണക്കാക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇക്വഡോർ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, 2 ടീമുകളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റലി ഇല്ലാത്ത കാരണം പറയാണ്. ഓരോ കോണ്ടിനെന്റും എന്റെ ഓർമ്മ ശരിയാണ്, നിങ്ങളെ സെമി ഫൈനല് 4 ടീം പോർച്ചുഗൽ, മെക്സിക്കോ, ഇക്വഡോർ, ടുണീഷ്യ അല്ലേ? ടുണീഷ്യ പറഞ്ഞില്ല. ടുണീഷ്യ ഈ വേൾഡ് കപ്പിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി സ്കോഡ് ബിൽഡ് ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, നമ്മളിപ്പോ 5-6 ടീമൊക്കെ പറഞ്ഞു വരും സെമിയിലെത്താൻ ചാൻസ് എന്നാണ് പറയുന്നത്. ഉറപ്പിച്ചു പറയല്ലോ, ബ്രാക്കറ്റ് ചലഞ്ചിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും കൂടെ. പക്ഷെ സെമിയിലെത്താൻ പറ്റുന്ന ഒരു ടീമാണ്
അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ മാച്ച് എല്ലാം ഇരുന്ന് കാണും. നല്ല രസമുള്ള ഡിഫെൻസീവ് ആയിരിക്കും. അതുപോലെ കൗണ്ടർ അറ്റാക്കിൽ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട് മറ്റൊരു കൗണ്ടർ കാര്യം അറ്റാക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഫസ്റ്റ് ഗെയിം ഇസ് അഗെയിൻസ്റ്റ് ഐവറി കോസ്റ്റ്. സോ അവിടെ ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നാൽ അടുത്ത ഗെയിം കുറസാവോന്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഗെയിമാണ് ജർമ്മനിയുടെ കൂടെ. സോ ജർമ്മനിയോട് കളിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ദിസ് വേൾഡ് കപ്പ് ഇസ് അബൌട്ട് അമേരിക്കൻ വേൾഡ് കപ്പ് ആണത്. അമേരിക്ക എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ആ 2 കോണ്ടിനെന്റ്സിന്റെ വേൾഡ് കപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ അവരുടെ ഫാൻസിനും എല്ലാവർക്കും ആ ഒരു റീജിയൻ, വേൾഡ് റീജിയന്റെ വേൾഡ് കപ്പ് ആണ്. സോ ദോസ് ടീംസ് വിൽ ഹാവ് എൻ അഡ്വാൻറ്റേജ് ഓവർ വെദർ ഫാൻസ് സപ്പോർട്ടേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇനി സുദീപിന്റെ അണ്ടർഡോഗുകളെക്കാട്ടും അണ്ടർഡോഗ് ടീംസിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കണം. രണ്ട് ടീമുകൾ പറഞ്ഞിട്ട് പോവാ. 2 ടീമുകളാണ് ഉള്ളത്. പിന്നെ പനാമ, കാനഡ. അതില് പനാമ അങ്ങനെ വലിയ പ്ലേയേഴ്സ് അങ്ങനെ ഒന്നും ഇല്ല, അത് നമുക്ക് അങ്ങനെ കണക്കാക്കണം. കാനഡയിൽ നല്ല രസമുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അൽഫോൺസോ ഡേവിസ് ഉണ്ട്, യോനതൻ ഡേവിഡ്, നല്ല രസമുള്ള പ്ലേയേഴ്സ് ഉണ്ട് അതില്. പുലിസ് മറ്റേ അതല്ല ബുച്ചനൻ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് വില്ലാറയിലെ. അത് നല്ല രസമുള്ള സ്കോഡാണ് അവരുടെ കാനഡയിലെ. അവര് നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമാണ്. അപ്പൊ അവരുടെ കളി കാണാൻ രസമായിരിക്കും. അതാണ്. പനാമയുടെ അറിയില്ല, പനാമ നമ്മൾ പറഞ്ഞ പോലെ അവര് വേൾഡ് കപ്പിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ടീമാണ്. ഇതാണ് 2 ടീമുകൾ ഉള്ളത്. പരാഗ്വേ എന്നും വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, നല്ല മീൻസ് എല്ലാ വേൾഡ് കപ്പിലും ഉണ്ടാവുന്ന ഒരു ടീമാണ്. റോക്കി സാന്റാ ക്രൂസ് ഓർമ്മയുള്ളവർക്ക് അറിയുന്ന ഒരു ടീമാണ് പരാഗ്വേ. ഇത്തവണയും കാര്യമായിട്ട് ആരും ഇല്ലല്ലോ അങ്ങനെ അങ്ങനത്തെ സ്ക്വാഡ് ആരും ഇല്ല, വളരെ കുറവാണ്. പക്ഷെ ഗുണം എന്താന്ന് വെച്ചാൽ മോസ്റ്റ് പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. ഒരുപാട് അമേരിക്കാസിൽ കളിക്കുന്ന പ്ലെയർ ആണ്. ഒരു പ്ലെയർ ഉള്ളത് ഹൂലിയോ എൻസീസോ, ചെൽസി ഫാൻസിന് ഡിയോഗോ ഗോമസ് ബ്രൈറ്റണിലെ, ആൽമിറോൺ, മിഗേൽ ആൽമിറോൺ നമ്മുടെ പഴയ ആൽമിറോൺ തന്നെയല്ലേ ന്യൂകാസിൽ ഉണ്ടായിരുന്നു. യെസ്, പുള്ളി ഇപ്പൊ അറ്റ്ലാന്റയിലാണ്. ഏതാ ഗോമസ് ബ്രൈറ്റണില്ലേ? അതെ. ഈ പരാഗ്വേ ഉറുഗ്വേയിലൊക്കെ ഗോമസ് പറഞ്ഞാല് ഒരു 50 എണ്ണം ഉണ്ടാവും. ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് കേട്ടോ, നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. എൻസിസോ ഉണ്ട്, പക്ഷെ എൻസിസോ ഇഞ്ചേർഡ് ആയി. ഫ്രണ്ട്ലിയിൽ എന്തോ ഇഞ്ചേർഡ് ആയി, അത് അവർക്ക് വലിയൊരു അടിയാണ്. ആദ്യത്തെ കളികളൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. വേൾഡ് കപ്പിൽ വരുമ്പോ മെക്സിക്കോ പറഞ്ഞ പോലെ തന്നെ പരാഗ്വേക്കും ഈ ഒരു നമുക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ഫീൽ ഉണ്ടാവും. കാരണം ആഫ്രിക്കൻ ടീംസിന് ഉണ്ടാവാറുണ്ട് ആ സാധനം. അതായത് യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഐസൊലേറ്റഡ് ആയ കൺട്രീസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഇല്ല. യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ലോങ് ഷോട്ട്സ്. അതായത് 30 യാർഡെന്നും 25 യാർഡെന്നും ഒക്കെ അടിച്ചു കയറ്റാൻ നോക്കുന്ന യൂറോപ്യൻ ഫുട്ബോളിന്റെ ഒരു തരത്തിലുള്ള എന്താ പറയാ ഇൻഫ്ലുവൻസ് ഇല്ലാത്തവർ. ഇൻഫ്ലുവൻസ് അല്ല, നല്ല ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഇസ് ഗുഡ്, നോ, ലൈക്ക് സംതിങ് ലൈക്ക് ഒരു കര പുരളാത്ത എന്ന് വേണമെങ്കിൽ ടാക്ടിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സാധനം. കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ, ഫുട്ബോൾ എക്സ്പ്രസ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കുറച്ചും കൂടി ഉണ്ടാവും. മറ്റവരെല്ലാം ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവരുടെ ഉള്ളില് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ടാക്ടിക്സ് എന്നുള്ള ചിന്തയാണ് അവരുടെ ഉള്ളിൽ മുഴുവൻ. പ്ലേയേഴ്സ് അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. ഇവർക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും. കണ്ടം കളി എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കുന്നില്ല, പക്ഷെ ആ ഒരു മൂഡായിരിക്കും. അതിന്റെ ആ ഒരു ഇത് പറഞ്ഞിട്ട് ചെറുതാക്കുന്നതല്ല. ബട്ട് നമ്മള് കൂടുതൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് നീ അവിടെ പോകുമ്പോ ഞാൻ ഇങ്ങോട്ട് പോകും, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. ആർക്കും എവിടെയും കളിക്കാം. ഓവർ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് അവര് കളിക്കും, അതാണ് അതിന്റെ കഥ. ഈ ഓവർ ഒബ്സസ്ഡ് ആവില്ല ടാക്ടിക്സിന്റെ, അതാണ്. അങ്ങനെയാണ് അതിനെ ഒരു ഭംഗിയായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്റെ ആഗ്രഹം എന്ന് വെച്ചാല് യൂറോപ്പിൽ ഇപ്പോൾ കടന്നുകൂടിയ ഈ മാനേജർ ഹെഡ് കോച്ചുമാരുടെ ഹെജിമണിയിൽ നിന്ന് ഫുട്ബോൾ അതിന്റെ
വേരുകളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പരാഗ്വേയിലും ഉറുഗ്വേ ബിയൽസ അഗൈൻ ഗോസ് വിത്ത് ഈ ഫിലോസഫി. അപ്പോ പരാഗ്വേയിലും മെക്സിക്കോയിലും ഇക്വഡോറിലും നമുക്ക് ഫുട്ബോളിന്റെ ആദിമമായ പ്രാകൃതമായ പ്യുവറായ ഒരു ഫോം, സെനഗലും ഈ സൗത്ത് അമേരിക്കൻ ടീംസിൽ, ആഫ്രിക്കൻ ടീംസിൽ കുറച്ച് യൂറോപ്യൻ ഇൻഫ്ലുവൻസ് കയറുന്നുണ്ട്. എന്നിരുന്നാലും അവിടെയുള്ള തനത് ഫുട്ബോൾ രീതികൾ ഈ വേൾഡ് കപ്പിൽ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. ജപ്പാനീസ് സ്റ്റൈലിൽ കളിക്കട്ടെ, ആഫ്രിക്കൻ ഫുട്ബോളിന്റെ രീതികളിൽ കളിക്കട്ടെ. നമ്മൾ ഒരു വിഭാഗത്തിനെ നമ്മൾ പൂർണ്ണമായും തഴഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് രണ്ട് വരി ഓഷ്യാന ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഓഷ്യാനയെ കുറിച്ച് രണ്ട് വരി സുദീപിന് എന്തായാലും പറയാനുണ്ടാവും. ന്യൂസിലാൻഡാണ് അവരുടെ മെയിൻ ടീം. അവിടെ ഉള്ള മറ്റു വേറെ ടീംസും ഉണ്ട്. ആരൊക്കെയാണ് ഓഷ്യാന ഇത്തവണ ക്വാളിഫൈ ചെയ്തത്? ഇത് എപ്പോഴും ഒരു ഡൗട്ടാണ്. ഈ ഓസ്ട്രേലിയ എങ്ങനെയാണ് ഏഷ്യയിൽ എത്തുന്നത്? ഓസ്ട്രേലിയയുടെ തൊട്ട് താഴെയുള്ള ന്യൂസിലാൻഡ് എങ്ങനെയാണ് ഓഷ്യാനിയാവുന്നത്? അത് ഏഷ്യ കൗണ്ട് ചെയ്യുന്നത് ഫെഡറേഷനെ വെച്ചിട്ടാണ്, അല്ലാതെ ജോഗ്രഫിക്കൽ ഇത് വെച്ചിട്ടല്ല. ഇപ്പോ അവര് ദേ ജോയിൻഡ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സോ ദാറ്റ് ദേ കൻ ഇംപ്രൂവ് ദിയർ ചാൻസസ്. അതൊരു ബോൾഡ് ചോയ്സ് ആണ്, കാരണം ഓഷ്യാന അടുത്ത് എന്നും ക്വാളിഫൈ ആവാം. അത് അവർക്ക് അവരുടെ ക്വാളിഫയേഴ്സ് കോമ്പറ്റീറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ അവരുടെ കളി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏഷ്യയിലേക്ക് മീൻസ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തതാണ്. അതാണ് അതിന്റെ റീസൺ. ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്രാവശ്യം. അവിടെ ഒരു സ്പോട്ടേ ഉള്ളൂ. ഒരു സ്പോട്ട് ന്യൂസിലാൻഡ്. ബാക്കി പ്ലേ ഓഫ് വഴിയാണ്, ആരും വന്നിട്ടില്ല. സോ ഈ ഓസ്ട്രേലിയ ഇതിലേക്ക് ഏഷ്യയിലേക്ക് പോയ ശേഷമാണ് ന്യൂസിലാൻഡിന് എല്ലാ വർഷവും ഒരു ചാൻസ് കിട്ടുന്നത്. വേറെ നമുക്ക് എന്താണ് എല്ലാ ടീമുകളും കവർ ചെയ്യുമെന്ന് തോന്നുന്നു. ഇതൊന്നും പറയാത്തതിൽ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു ടീം ഉണ്ടോ? കുറസോവയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറസാവോ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോ അണ്ടർഡോഗ്സ് ആൻഡ് ഡാർക്ക് ഹോഴ്സസ് എന്ന ഈ സീരീസിൽ നമ്മൾ ഒരുപാട് ടീം പറഞ്ഞു. ടു സം അപ്പ് എവറിത്തിങ്, ഗണേശനാണ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. എല്ലാവർക്കും ബ്രസീലും അർജന്റീനയും ഫ്രാൻസും പോർച്ചുഗലും സ്പെയിനും ഇംഗ്ലണ്ടും ഒക്കെ ഇന്ത്യക്കാരിൽ സ്പെഷ്യൽ ടീമായിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിൽ ഈ ഒരു അണ്ടർഡോഗിൽ നിന്ന് ഒരു ടീം കളിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് വരും. അപ്പൊ ഈ ടീമുകളിൽ നിന്ന് ടീമുകൾ മുന്നോട്ട് വരട്ടെ. കൊളംബിയയും പരാഗ്വേയും ഉറുഗ്വേയും ജപ്പാനും സൗദി അറേബ്യയും ഖത്തറും ഇക്വഡോറും സെനഗലും ഘാനയും സൗത്ത് ആഫ്രിക്കയും സ്വിറ്റ്സർലാൻഡും ക്രൊയേഷ്യയും ഇവരൊക്കെ കയറി പോകുമ്പോഴാണ് വേൾഡ് കപ്പ് ആവുന്നത്. പുതിയ താരങ്ങൾ ഉണ്ടാവട്ടെ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ലോക ശ്രദ്ധ നേരട്ടെ. അവർ വലിയ വലിയ ക്ലബുകളിലേക്കും ആ രാജ്യത്തിന്റെ ഫുട്ബോൾ വളർച്ചയിലേക്ക് ഒരു തുടക്കക്കാരാവട്ടെ. നമുക്കറിയാം ഹേമസ് റോഡ്രിഗേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പം ലൂയിസ് ഡിയാസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അല്ലേ? അപ്പോ എനിക്ക് എന്റെ മനസ്സുപ്രകാരം പറയുകയാണെങ്കിൽ ആന്റണി വലൻസിയ ഇക്വഡോറിയൻ പ്ലെയർ ആയിരുന്നു, യുണൈറ്റഡിലൊക്കെ കളിച്ചത്. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കൈസീഡോ സ്വപ്നം കാണില്ലായിരുന്നു. അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യത്തിലെ ഒരുപാട് പ്ലേയേഴ്സിന്റെ ആൾക്കാരുടെ സ്വപ്നമാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ഓഫ് ഫുട്ബോൾ ഹോപ്പ്ഫുള്ളി വിൽ ബി ഈ ഫുട്ബോൾ ലോകവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ന്യൂസുകളൊക്കെ മറക്കാൻ പിച്ചിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് പോവാതെ ഈ വേൾഡ് കപ്പ് ഒരു നല്ല വേൾഡ് കപ്പ് ആവട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു. ഇനി ഒരു എപ്പിസോഡാണ് നമുക്ക് ഈ വേൾഡ് കപ്പ് റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ളത്. ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ബോൾ തുടങ്ങിയ കാര്യങ്ങൾ, ആര് ജയിക്കും, ഈ വേൾഡ് കപ്പിലെ സൂപ്പർ സ്റ്റാർസ് ആരായിരിക്കും, വേൾഡ് കപ്പിലെ യങ് സൂപ്പർ സ്റ്റാർസ് ആരായിരിക്കും, വേൾഡ് കപ്പിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്ത ടീംസ് അല്ല പ്ലേയേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്ലേയേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ചർച്ച നാളെ നമ്മൾ വെക്കുന്നതായിരിക്കും. മറ്റന്നാൾ ലോകകപ്പാണ്, കാത്തിരിക്കാൻ നമുക്ക് കാണാം.